time. നമുക്ക് വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. Let's look into the word of God. യോഹന്നാന്റെ സുവിശേഷം The book of John, 3-ാം അധ്യായം book of chapter 3, 22-23 വാക്യങ്ങൾ. 22 and 23. അതിന്റെ ശേഷം 1:22-23. 1:22 and 23. യോഹന്നാൻ 1:22. 22. ഓക്കെ. എൻ്റെ മുമ്പ് ഇങ്ങനെയുണ്ട്. അവർ അവനോട് നീ ആരാകുന്നു? എന്നിട്ട് അത് തുടങ്ങും. ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ യെശയ്യാപ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവീൻ എന്നും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. മതി. ഹല്ലേലൂയ. Hallelujah. And he confessed and did not deny, but confessed, I am not the Christ. And they asked him, what then, are you Elijah? He said, I am not. Are you the prophet? He said, answered, no. Then they said unto him, who are you, that we may give an answer to those who sent us? What do you say about yourself? He said, I am the voice one crying in the wilderness, making straight the way of the Lord, as the prophet Isaiah said. യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് കുറച്ചു പേർ വന്ന് ചോദിച്ചു, നീ ആരാകുന്നു? To John the Baptist some came and asked, who are you? നീ ഏലിയാവാണോ? Are you Elijah? നീ അപ്രവാചകനാണോ? Are you that prophet? നീ മശീഹയാണോ? Are you Messiah? ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഇതാരുമല്ല. John said, I am none of this. യോഹന്നാന്റെ മറുപടി, John's reply, പ്രവാചകൻ പറഞ്ഞതുപോലെ, according to Isaiah the prophet, കർത്താവിന്റെ വഴി ഒരുക്കാൻ I വന്നവൻ, came to prepare the way of the Lord, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നു. and the voice of the one crying out in the wilderness. ഹല്ലേലൂയ. Hallelujah. ഞാൻ ആരാകുന്നു എന്ന ചോദ്യത്തിന് The question, who are you? യോഹന്നാന്റെ മറുപടിയായത്. This is the answer of John. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മളോട് പിന്നെ എന്നോട് ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഈ ചർച്ചിന്റെ പാസ്റ്ററാന്ന് പറയും. Someone asks me who am I, I'll tell I'm the pastor of this church. പേര് ഇന്നതാന്ന് പറയും. My name is this. പക്ഷെ യോഹന്നാൻ അങ്ങനെയല്ല പറയുന്നത്. But John didn't answer in such a way. യോഹന്നാൻ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വന്നയാന്ന് അറിയാമെങ്കിലും യോഹന്നാന്റെ മറുപടി അതല്ല. Even after John came with the power and the anointing of Elijah, but his reply was not related to that. യോഹന്നാന്റെ മറുപടി ആത്മീയ മേഖലയിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണോ അതാണ് യോഹന്നാന്റെ മറുപടി. John's reply was what was handed over to him in the spiritual realm. That was his answer. നീ ആരെന്ന് ചോദിച്ചതിന് യോഹന്നാന്റെ മറുപടി എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി എന്തെന്നുള്ളതാണ്. When he was asked, who are you, he revealed that the God's plan and purpose according to him, that was his answer. ഹല്ലേലൂയ. Hallelujah. ഒന്നും കൂടെ പറഞ്ഞ പ്രിയ ദൈവമക്കളെ, നമ്മൾ ആരെന്നോ എന്തെന്നോ പേരും പ്രശസ്തി എത്ര പറഞ്ഞാലും, no matter what they ask, when they ask who are you, even if you say your name and your position and your title, ദൈവം നോക്കുന്നത്, God looks at you, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യുന്നുണ്ടോ? are you doing what I have appointed you to do? ഹല്ലേലൂയ. Hallelujah. ഞാൻ വിശ്വസ്തയോടെ നിന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. I have appointed you faithfully certain things to you. അത് നീ ചെയ്യുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. He's asking, are you done that? വീട് തന്നതും ജോലി തന്നതും എല്ലാം ദൈവമാ. It is God who gave home and a job. ഹല്ലേലൂയ. പക്ഷേ അതിനപ്പുറമായി സ്വർഗ്ഗത്തിലെ ചില ഉത്തരവാദിത്തങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. Beyond that, God has given heavenly appointments, heavenly things for you to do. എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട്. God has a purpose for every children of God. ഒരു പ്രത്യേക കോളിംഗ് ഉണ്ട്. There's a peculiar calling for each and every one. അപ്പോൾ ദൈവം നോക്കുമ്പോൾ മറ്റൊന്നുമല്ല നോക്കുന്നത്. God doesn't look at anything else. ദൈവം ഏൽപ്പിച്ചത് ചെയ്യുന്നുണ്ടോ എന്നാ. He is looking if you are doing what you have been appointed to do. അതുകൊണ്ട് യോഹന്നാന്റെ മറുപടി ഞാൻ പ്രവാചകൻ എന്നല്ല. So John's reply is that I'm not a prophet. ഹല്ലേലൂയ. ഞാൻ ഏലിയാവെന്നല്ല. He didn't say I'm Elijah. ആമേൻ. ഹല്ലേലൂയ. Hallelujah. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തെന്നാ. What he is appointed to do, that is what his answer is. നമ്മളെല്ലാം പാസ്റ്ററാണ്, ഹല്ലേലൂയ, പിന്നെ വർഷിപ്പുകാരാണ്, വർഷിപ്പ് ലീഡറാണ്, പാസ്റ്ററാണ്, അപ്പോസ്തലനാണ്, പ്രവാചകനാണ്, ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. You all desire to be called as apostle, pastor, or that's how we say who we are. പക്ഷേ ദൈവം നോക്കുന്നത് ഇതല്ല. But this is not what God looks at. ഏത് പേര് വെച്ചാലും, whatever name you keep in front, നീ ചെയ്യുന്നത് എന്തെന്നാ
എന്തെന്നാ ദൈവം He നോക്കുന്നത്. is looking at what are you doing. ഹല്ലേലൂയ. നാം ചെയ്യുന്നത് എന്തെന്നാ ദൈവം നോക്കുന്നത്. What are you doing? That's what Lord is looking. ഹല്ലേലൂയ. എത്ര പ്രവാചകൻ എന്ന് പേര് വെച്ചാൽ How much ever you put the name prophet. പ്രവാചകന്മാരെ കുറിച്ച് പുതിയ നിയമം പറയുന്നു, ജാതികൾക്ക് വിശ്വാസം യേശുവിലേക്ക് നടത്താനായി ഗിഫ്റ്റുകൾ. The prophets are people who to lead people out of the nations to Jesus. ഹല്ലേലൂയ. അത് Hallelujah. നിന്നിൽ നടക്കുന്നുണ്ടോ? Are you working with that? ഹല്ലേലൂയ. ഇങ്ങനെ എന്ത് പേര് വെച്ചാലും ദൈവ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? Whatever name is given, are you doing what is appointed you to do done now? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം, ദൈവമേ If you are not doing that, you submit to the Lord. എന്നിൽ വെച്ചിരിക്കുന്ന ദൈവ പദ്ധതി അതുപോലെ വിശ്വസ്തയോടെ ചെയ്യാനുള്ള ഒരു Lord, that കൃപ. specific appointment you have given to me, I wanted it to do in the way that you want it to be done now. ചർച്ചിൽ വരുന്നത് ദൈവം ഏൽപ്പിച്ച ജോലിയല്ല. Coming to church is not an appointment or a job that God has given to you. ഹല്ലേലൂയ. Hallelujah. അത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വർഗ്ഗത്തിന്റെ പദ്ധതിയല്ല. That is not the plan or appointment God has given for അത് you. സകല വിശ്വാസികളും ചെയ്യേണ്ട ഒരു That is കാര്യമാണ്. something that is required for every believer അതിനെ ഒരു to do. ജോലിയാക്കി എടുക്കാൻ Don't ഒക്കത്തില്ല. make it a job. ഹല്ലേലൂയ. അതിനെ ഒരു ജോലിയാക്കി എടുക്കാൻ Don't make it ഒക്കത്തില്ല. a job. ആരാധിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ പാർട്ട്. Worshipping is the part of your life. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ആരാധിക്കുക എന്നത് നമ്മുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു We കാര്യമാണ്. are worshipping for our life to sustain. പക്ഷെ പലപ്പോഴും നമ്മൾ ആരാധിക്കാൻ വരുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് We വേണ്ടിയിട്ടാണ്. lot of time come to worship for our own blessings. ദൈവത്തെ സ്തുതിക്കുന്നതെല്ലാം ഒരു 90% നമുക്ക് അനുഗ്രഹം കിട്ടണേ എന്ന് We പറഞ്ഞു. worship and thank God for us to receive blessings from Him. ഹല്ലേലൂയ. അതുകൊണ്ട് അതൊരു സ്വർഗരാജ്യത്തിന്റെ ജോലിക്കകത്ത് പെടുന്ന ഒരു കാര്യമല്ല. It's not part of the God's appointment of His kingdom. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ജാതികളോട് സുവിശേഷം അറിയിക്കുന്നത് ഒരു സ്വർഗത്തിന്റെ പദ്ധതിയാ, വേലക്കാരെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതിയാ. To proclaim the gospel of Jesus, that is the appointment given to the servants. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശുവിന്റെ ചുറ്റും 5000ങ്ങളും 10000ങ്ങളും കൂടിയിട്ടുണ്ട്. And the surrounding Jesus were at 5,000 and 8,000 and 10,000. അവര് സൗഖ്യങ്ങളും വിടുതലും പ്രാപിക്കാൻ കൂടിയിട്ടുണ്ട്. They had gathered to receive blessings and healings and deliverance. കൂടിയവരെല്ലാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. Everyone who gathered, they thanked Lord and praised the Lord. ഹല്ലേലൂയ. പക്ഷെ അവരെ ആരെ യേശു കർത്താവ് സ്വർഗരാജ്യത്തിന്റെ വേലക്കാരെന്ന് പറഞ്ഞില്ല. But Jesus did not call them as the servants of the kingdom of God. ഹല്ലേലൂയ. പക്ഷെ വിശ്വസ്തരായ ചിലരെ തെരഞ്ഞെടുത്തിട്ട് But God പറഞ്ഞു, has chosen a few. ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ചിലത് And He ഏൽപ്പിക്കുകയാണ്. said, I'm giving a specific appointment. നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ That വേലക്കാരാണ്. you are the servants and the ministers of the kingdom of ഇനി God. കൊയ്ത്ത് അനേകമുണ്ട്. Now there is wide harvest. വേലക്കാരെ ആവശ്യമുണ്ട്. There is workers needed. വേലക്കാരെ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് To പറഞ്ഞു. receive servants and harvesters, you pray. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തോട് ഏതെങ്കിലും ഒരു ദൈവിക ഉത്തരവാദിത്തത്തെ ഏൽപ്പിക്കാൻ, That you receive a specific appointment from God. ഒരു ദൈവിക പദ്ധതി ഏൽപ്പിക്കാൻ. To receive a specific plan about you from God. ഹല്ലേലൂയ. Hallelujah. യോഹന്നാൻ പറയുക, ഹല്ലേലൂയ, എനിക്ക് എൻ്റെ പ്രത്യേകത എൻ്റെ പേരെന്തെന്നോ എനിക്ക് തന്ന സ്ഥാനം എന്തെന്നോ അല്ല, ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ പ്രത്യേകത. John's specific his pride is not his name or title, but what God has appointed him to be done. ഹല്ലേലൂയ. Hallelujah. അതല്ലേ കർത്താവായ യേശു പറഞ്ഞത്. That's what Jesus said. എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്ന ആരുമല്ല സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. None who says my father does not enter the kingdom of God. എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ Only those who പ്രവേശിക്കൂ. do the will of the heavenly Father will enter the kingdom of God. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശുവിന്റെ അടുത്ത് ശിഷ്യന്മാർ വന്നു. To Jesus, as the disciples came. ഹല്ലേലൂയ. നമുക്ക് ആഹാരം കഴിക്കണ്ടേ? Don't we have to eat some food? നീ ഇങ്ങനെ ഈ ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചിരുന്നാ മതിയോ? Is it enough for you to just keep talking to the woman of Samaria? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത മറ്റൊരു ആഹാരം There എനിക്കുണ്ട്. is a food that you do not know. എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നതാണ് എന്റെ To ആഹാരം. do the will of my Father is my food. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക പദ്ധതികളെ നിവർത്തിക്കുന്നതാണ് എന്റെ To ആഹാരം. complete the appointment God has given, that is my food. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശു My Lord Jesus, ആത്മാവിന്റെ ശക്തിയോടെ with the power of the Holy Spirit, മരുഭൂമിയിൽ നിന്ന് ഗലീലയിലേക്ക് from wilderness when he entered into അവൻ Galilee, നസറേത്തിൽ വന്നു. he came to Nazareth. അവൻ വേദപുസ്തകം എടുത്തു. He too opened the Bible. ചുരുളുകളെ തുറന്നു. He opened the scrolls. യെശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്തു. He read the book of എന്നിട്ട് Isaiah. പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണെന്നല്ല പറഞ്ഞത്. He didn't say, I am the son of the living ഞാൻ God. മശിഹയാണെന്നല്ല He didn't say, I am പറഞ്ഞത്. Messiah. എന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്തെന്ന് ഞാൻ പറയാം. He said, what is the appointment given to me here? ഹല്ലേലൂയ. എനിക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്ന് ഞാൻ I പറയാം. will tell you what is my appointment given to ദരിദ്രരോട് me. സുവിശേഷം To proclaim the gospel to the poor. ബദ്ധന്മാരെ വിടുവിക്കണം, To deliver those who have been കുരുടർക്ക് bound. കാഴ്ച
കാഴ്ച to open the നൽകണം. eyes of the blind, ഹല്ലേലൂയ. മരിച്ചവരെ to ഉയർപ്പിക്കണം. raise the dead, ഹല്ലേലൂയ. ഈ സ്വർഗരാജ്യത്തിന്റെ സൽവർത്തമാനം സർവ്വരെ എത്തിക്കണം. to release the gospel word to everyone. അതിന് അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. For that the Holy Spirit is upon me. അപ്പോസ്തലനാവാൻ എന്റെ മേലുണ്ടെന്ന് പറഞ്ഞില്ല. He didn't say that our apostle is upon me. പ്രവാചകനാകാൻ എന്റെ മേലുണ്ടെന്ന് He didn't പറഞ്ഞില്ല. say to become a prophet I am here. ഹല്ലേലൂയ. ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവന്റെ ആത്മാവ് എന്റെ മേലുണ്ടെന്ന് He പറഞ്ഞില്ല. didn't say to reveal that I am a son of the living God, the Spirit is upon me. യേശു കർത്താവിന്റെ പേര് പറഞ്ഞില്ല. He didn't say his name. സ്വർഗീയ പേര് He വെളിപ്പെടുത്തിയില്ല. didn't reveal his heavenly name. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എന്റെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക They പദ്ധതി. only said there is appointment upon me. I'm here to reveal that. സ്വർഗരാജ്യം എപ്പോഴും ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. Your heavenly kingdom identifies you in such a manner. ഹല്ലേലൂയ. സ്വർഗം എപ്പോഴും ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുന്നത്. Heaven identifies a person in such a manner. ഹല്ലേലൂയ. നിന്റെ പേര് വെച്ചല്ല, Not by your name. നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികളെ He നോക്കിയാണ്. identifies by the work that you're doing for the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ ദൈവിക പദ്ധതികളെ ഇന്ന് പ്രാപിക്കാം. Today receive the plan of God upon your life. ആ ദൈവിക ഉത്തരവാദിത്തത്തെ പ്രാപിക്കാം. Receive the appointment of God upon your life. ഹല്ലേലൂയ. Hallelujah. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ വന്നവർ ഒരു ചോദ്യം ചോദിച്ചു. After the people who asked him, they asked him another question. യോഹന്നാനോട് ഒരു ചോദ്യം ചോദിച്ചു. Asked John the Baptist നീ another question. ഏലിയാവല്ല, You are not Elijah. നീ മശിഹയല്ല, You are not Messiah. നീ ആ പ്രവാചകനല്ല, You are not that prophet. എന്നാൽ നീ ക്രിസ്തുവല്ല, But you are not even the Christ. ഏലിയാവല്ല, You are not ആ Elijah. പ്രവാചകനല്ല Not the prophet. എന്ന് വരികയിൽ Then നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. when why are you baptizing them now? അപ്പൊ അവരുടെ ബുദ്ധിക്കകത്ത്, In their mind, മാനുഷിക വിഷന്റെ അകത്ത് they had in their intellectual ഈ brain, പേരുകൾ ഉണ്ടെങ്കിലേ നിനക്കിത് ചെയ്യാൻ only if you are a Christ or Elijah or not the prophet, you can do baptize people. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം നോക്കുന്നത് But the kingdom of Lord ഈ looks at it പേരുകൾ വെച്ചല്ല, not by the names, ഹല്ലേലൂയ, നിന്റെ മേൽ ദൈവമാക്കിയിരിക്കുന്ന ആത്മാവിനെയും But that ആ is- ആത്മാവ് പറഞ്ഞു തരുന്ന ദൈവിക പദ്ധതികളെയുമാണ്. but he looks that the heaven of God looks at you in the way that the appointment upon you and what you are doing, the Holy Spirit has appointed you to do. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് തന്നെ And that's why നമ്മുടെ പേരുകൾക്കപ്പുറമായി beyond our names, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെ ഉത്തരവാദിത്വവും വിശ്വസ്തതയും we വലുതാണ്. have to have great faithfulness in the things that we are doing for the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവം സുവിശേഷം അറിയിക്കാൻ ഏൽപ്പിച്ച God has appointed you to proclaim the gospel. ആലസ്യമായി പോയി Do പറയരുത്. not proclaim it with ആ lethargy. ഉത്തരവാദിത്വത്തിൽ ചെയ്യണം. Do it out of that faithfulness. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചിന്തിച്ചതുവാ. We did it at the last week. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ If Holy Spirit tells you something, ആ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം. you give importance to that. ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. When you use those words, അതേ പവറോടെ when you ഉപയോഗിക്കാം. use it with that power, ഹല്ലേലൂയ. hallelujah. വെറുതെ അലസമായി Do സംസാരിക്കരുത്. not speak lethargically. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ആ പവറിൽ തന്നെ Speak it out സംസാരിക്കണം. with that power. യേശു എന്ന് പറയുമ്പോൾ When you say the name of Jesus, യേശു ഇങ്ങനൊന്നും do പറയരുത്. not say it with the lethargy. Jesus. ഹല്ലേലൂയ. എന്റെ യേശു എന്ന് തന്നെ പറയണം. Speak it with importance, saying, "It is my Jesus." ഏൽപ്പിക്കുന്ന ഓരോ കാര്യത്തിന്റെ അകത്ത്. Everything God has given you. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് Give ചെയ്യണം. it that much importance to it and do it. ആമേൻ. ഹല്ലേലൂയ. അത് ദൈവിക പദ്ധതികൾ ഇല്ലാത്തവർ ഇന്ന് അത് പ്രാപിക്കണം. Today, those who do not have a plan of appointment of God, today receive it from the God. ഈ ദിവസങ്ങളിൽ ദൈവം അത് ഏൽപ്പിക്കുന്ന ദിവസങ്ങളാണ്. These are the days God is going to give you appointment from heaven. ആമേൻ. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാ പറഞ്ഞത് ഹല്ലേലൂയ, സകലതും ഇവിടെ വിട്ടിട്ട് പോകാം. So everything of this world you will leave. പക്ഷെ നിന്റെ പ്രവർത്തികൾ നിന്റെ കൂടെ കയറി വരും. But your works will follow you. നീ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് വരുമ്പോൾ When you come to the heaven, ബാക്കി എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകാം. everything else He will leave it on വീടും the earth. കാറും ഹല്ലേലൂയ പേരും പ്രശസ്തിയും എല്ലാം ഇവിടെ ഇട്ടിട്ട് All പോകാം. your name, title, your car and your house will be left in this earth. പക്ഷെ നിന്റെ പ്രവർത്തികൾ വരും. But your works for the Lord will അത് come up to നോക്കിയ you. പ്രതിഫലം ലഭിക്കുന്നു. Your reward is based on അത് what you do for the പ്രതിഫലം Lord. ലഭിക്കുന്നത്. So that your reward is based on what you do for അതുകൊണ്ട് God. യോഹന്നാൻ പറയുക, എന്റെ പേരിനപ്പുറമായി Lord John said, beyond my name, beyond my title, സ്വർഗ്ഗം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്ന് പറയാം. I am here to proclaim what God has appointed me to do. യേശു കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവപുത്രൻ എന്ന് പറയുന്നതിനപ്പുറമായി Lord said, beyond saying I am the son of the living God, അപ്പൻ എന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തത്തെ there പറയാം. is to proclaim the appointment God has given
upon me. ഇന്ന് പകൽ ദൈവമേ എനിക്കും ഇങ്ങനെ ചെയ്യാൻ Today, for Lord, you also entrust such a thing എന്റെ upon me. മേൽ ഒരു ദൈവിക പദ്ധതിയെ Lord, കൈമാറണമേ. entrust a heavenly appointment upon me today. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സകല ദൈവിക പദ്ധതിക്കകത്ത് Every entrusted appointment in that. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ In ചെയ്യാൻ the way to do it according to God's will. പുതിയൊരു അഭിഷേകത്താൽ എന്നെ And you നിറയ്ക്കണമേ. give me a new anointing today. ഓ ഹല്ലേലൂയ. യോഹന്നാനെ John, ആത്മാവിനാലും ശക്തിയാലും ബലപ്പെടുത്തിയതുപോലെ like you have been strengthened by the power of the Holy Spirit യോഹന്നാനെ ഏൽപ്പിച്ച ദൗത്യത്തെ ചെയ്യാൻ to do what is entrusted to John. ആത്മാവിനാൽ നിറച്ചതുപോലെ He filled him with the Holy എന്നെ Spirit. ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാൻ Today, for me to do what is entrusted faithfully. അങ്ങനെ ആത്മാവിനാൽ എന്നെ ഒന്ന് You നിറയ്ക്കണമേ. fill me with thy Holy Spirit എന്നെ today. ശക്തിപ്പെടുത്തണമേ You എന്ന് strengthen me tonight കർത്താവായ യേശുവിനെ ഏൽപ്പിച്ചത് to ചെയ്യാൻ do what God has entrusted upon me. പിതാവിന്റെ ആത്മാവിനെ അവന്റെ മേൽ When the പകർന്നതുപോലെ Lord gave him the Holy Spirit to do what is entrusted to him. എന്നെ ഏൽപ്പിച്ചത് ഉത്തരവാദിത്തത്തിൽ ചെയ്യാൻ To do what has been entrusted upon me. അതേ ദൈവാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ Today, fill me with the same Holy ഇന്ന് Spirit. പകൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ Today, is there anyone who's കരങ്ങളെ desiring അടിച്ച് that? അല്പനേരം അന്യഭാഷയിൽ Raise their hands and worship in their tongues. Yes, ഓ നിങ്ങൾ വിശ്വാസത്തിൽ ചെയ്യാ You do it out of faith. വിശ്വാസത്തിൽ അന്യഭാഷ പറ Believe and speak in നിങ്ങളുടെ മേൽ tongues. ഇന്ന് പകൽ ചില ദൈവിക Today, പദ്ധതികൾ some വീഴും interesting has അത് happening. ചെയ്തെടുക്കാനുള്ള അഭിഷേകത്തെ പകരം Anointing will be imparted to you ഓ today. റാബ ശാല ഖബ റാബ ശിയ ഖബ റാബ ഖബ സുരബാനി ആതേരിയ ഖബ റാബ ശിയ ഖബ റാബ റാബ ഖബാനി ആതേരിയ ശിയ ഖബ റാബ സുരബാല ബശിയ ഖബാനി ആതേരിയ ഹല്ലേലൂയ. Hallelujah. നീ എന്ത് അധികാരത്താൽ ചെയ്യുന്നു What authority do you work out? എന്നവർ ചോദിച്ചു. They asked him, നീ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക? how can you do this? ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞു, John said, ഞാൻ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു, I baptize by water. പക്ഷെ ആത്മാവിനാൽ ഹല്ലേലൂയ സ്നാനം കഴിപ്പിക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ ഇടയിലുണ്ട്. There is one in the midst of you who will baptize you with the Holy നിങ്ങളുടെ ഇടയിൽ Spirit. ഒരുത്തനുണ്ട്. There is one who will baptize you with the ഞാൻ Holy അവനെ Spirit. ഇതുവരെ അറിഞ്ഞിട്ടില്ല. I have not known him yet. അതിന്റെ 31 ഒന്ന് വായിച്ചു. Let's read verse 31. മതി. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുകയാണ്. So John the Baptist says, I baptize you with water. ആത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ ഇടയിലുണ്ട്. There is one in your midst who will baptize you with the Holy Spirit. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. I'm not worthy to touch his sandals. എനിക്ക് അതിന് പോലും യോഗ്യതയില്ല. I don't have even ability to touch his sandals. ഞാൻ അവനെ അറിഞ്ഞതുമില്ല. I don't even know him. ഹല്ലേലൂയ. എങ്കിലും Yet എന്റെ മേൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. there is an appointment upon me ലോകത്തിന് അവനെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ, to introduce the world to the world, ലോകത്തിന് അവനെ to വെളിപ്പെടുത്തേണ്ടതിന് reveal him to the world. ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ I have to baptize me. വന്നിരിക്കുന്നു എന്ന് I came to baptize people with ഒന്നും കൂടെ water. പറഞ്ഞ Again, if I say it, ഒന്നും കൂടെ പറഞ്ഞ again to say it, വെള്ളത്തിൽ സ്നാനമേക്കുമ്പോൾ when you take baptism in the നിന്റെ water, സ്വർഗ്ഗതലങ്ങളിൽ ദൈവം ഇൻട്രോഡ്യൂസ് ചെയ്യാം. in the heavenly realms, God is over revealing you. വെള്ളത്താലുള്ള സ്നാനമുണ്ടല്ലോ, The water baptism through water, ആത്മതലങ്ങളിൽ ദൈവം നിന്നെ ഇൻട്രോഡ്യൂസ് God is ചെയ്യുന്നത്. introducing you in the heavenly വെള്ളത്താലുള്ള realms. സ്നാനം The baptism through ദൈവം water, ഇൻട്രോഡ്യൂസ് ചെയ്യാൻ it is തുടങ്ങുന്നത്. God's introduction of you. ദൈവം നീ ആരെന്ന്, God is introducing you who you സ്വർഗീയ are. തലങ്ങളിൽ നീ ആരെന്നുള്ളതിന് In the heavenly realms, who are you? ഭൂമിയിൽ ആർക്കും നിന്നെ ഒരു വില In the കാണത്തില്ല. earth, no one gives you value. ഹല്ലേലൂയ. നിനക്കൊരു മാന്യത തരത്തില്ല. No one will give honor in the world. നിന്റെ ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം നീ ഫെയിലിയർ ആയിരിക്കും. You might be a failure in every earthly things. ഹല്ലേലൂയ. നീ എന്നും പരാജയം അനുഭവിക്കുന്ന You വ്യക്തിയാണ്. might be a person going through failures in your life. എന്നും പൈശാചിക മേഖലകൾ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന The വ്യക്തിയാണ്. demonic realm might be bringing you into failure. പക്ഷേ നീ ക്രിസ്തുവിൽ സമർപ്പിച്ച But when you സ്നാനമേറ്റ surrender into Christ and get baptized with Jesus, നിന്റെ പേര് മാറ്റി, He will change your name, നിന്റെ ചരിത്രത്തെ മാറ്റി, change your history. നിന്റെ സ്വർഗീയ തലങ്ങളിൽ നിന്റെ അധികാരം എന്തെന്ന് He will reveal
your thought in ദൈവം heavenly realms. മനുഷ്യരല്ല, ദൈവം നിന്നെ ഇൻട്രൊഡ്യൂസ് It is ചെയ്യും. not man, it is God who introduces ദൈവം you. ഇൻട്രൊഡ്യൂസ് ചെയ്യും. God will introduce you. ദൈവം ഇൻട്രൊഡ്യൂസ് God will ചെയ്യും. introduce you. യോഹന്നാൻ പറയാ, ഇതിനാ ഞാൻ വന്നത്, God said, for this I came. ദൈവപുത്രനെ വെളിപ്പെടുത്താൻ. Reveal Jesus. ദൈവപുത്രനെ ലോകത്തിന് ഒന്ന് വെളിപ്പെടുത്തി Reveal Jesus കൊടുക്കാൻ. to the world. ഓ, ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് God is ഇടപെടുന്നു. speaking to anyone. നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന It is സമയമായിരിക്കുന്നു. time to introduce you. ഓ, നീ തോറ്റ വ്യക്തിയെന്നല്ല, You are not a failure. പൈശാചിക മേഖലകൾക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത No വ്യക്തിയെന്ന്. demonic realm can fail you. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ലോകത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരിക്കുന്നു. You are introduced to reveal Jesus. ഹല്ലേലൂയ. ഇതുവരെ ലോകത്തിന്റെ അധിപതിയാ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. So for the prince of the world has been ഇതുവരെ overcome you. ലോകത്തിന്റെ അധിപതിയാ This is ജയിച്ചുകൊണ്ടിരിക്കുന്നത്. the prince of the world is value യോഹന്നാൻ over പറയുക, you. ഞാൻ മറ്റൊരുത്തനെ ഇൻട്രൊഡ്യൂസ് God ചെയ്യാൻ says, I will പോകുകയാണ്. reveal another ഏ, world. നിന്റെ തല തകർക്കാൻ പോകുന്ന He ഒരുത്തനെ. will destroy your ഏ, head. ലോകമേ, Oh, നിന്റെ പ്രലോഭനങ്ങൾക്ക് വീഴ്ത്താൻ കഴിയാത്ത oh, devil, I will not ലോകത്തെ let you ജയിക്കാൻ വേണ്ടി ഒരുത്ത That is വന്നിട്ടുണ്ട്. what gain victory over you. അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, They will introduce ഓ, you. ഇന്ന് പകൽ ലോകത്തെ ജയിക്കുന്ന Let him Lord victory over ദൈവിക the world. അധികാരത്തിലേക്ക് Holiday. ആ ഒരു ഇൻട്രൊഡക്ഷൻ നിന്നെ Introduction നിന്നെ of വെളിപ്പെടുത്തുന്ന, will be നിന്നെ revealed. റിവീൽ ചെയ്യുന്ന, Reveal you. നിന്നെ റിവീൽ ചെയ്യുന്ന, Reveal you. ഓ, പകലാണെന്ന് പറഞ്ഞാൽ This is that day. ഓ, സ്നാനം വെറും പാപം കഴുകി കളയുന്നതല്ല, Baptism is not removing your sin. സ്വർഗത്തിന്റെ ആലലിയ തലങ്ങളിൽ In the heavenly realms, ദൈവം നിന്നെ റിവീൽ ചെയ്യുക. God is revealing you. ഹല്ലേലൂയ. Hallelujah. ലോക സ്ഥാപനത്തിന് മുമ്പേ, Before the foundation of the ഈ earth, ഉരുവാകുന്നതിന് മുമ്പേ, before you were formed, ക്രിസ്തുവേശുവിൽ Christ Jesus, പിതാവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന God Father has chosen നിന്റെ you. സ്ഥാനം എന്തെന്ന്, What is your title? നിന്റെ മാന്യത What എന്തെന്ന്, is your honor? നീ ആരെന്ന്, Who you are? ഓ ഹല്ലേലൂയ. ലോകത്തിൽ നീ ഒന്നുമല്ലായിരിക്കാം, You might be nothing in the world. പക്ഷേ ക്രിസ്തുവിൽ നീ In ആരെന്ന് Christ, who you are, ലോകത്തിന് വെളിപ്പെടുത്തുന്ന, reveal that to the world. ഓ റാബ ശാല ഖബാരബ, ഓ വെള്ളത്താലുള്ള സ്നാനം, Baptism of the water. വെള്ളത്താലുള്ള സ്നാനം Baptism of the water. ദൈവം നിന്നെ റിവീൽ ചെയ്യുന്ന This is ദിവസമാണ്. revealing you today. ദൈവം നിന്നെ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാ. Revealing, wanting to reveal you ഓ today. റാബ ശാല ഖബാരബ ശബാരബ. ഓ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. യോഹന്നാൻ പറയും, ഞാൻ അവനെ വെളിപ്പെടുത്താൻ വന്നിരിക്കുകയാ. He says, I am here to reveal ലോകത്തിന്, him to the world. ഹല്ലേലൂയ, ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ലോകമേ, He introduced him to the world. ലോകത്തിന്റെ അധിപതിയെ Who prince of the world? ഇന്നു മുതൽ ഇവനെ പിടിച്ചാ കിട്ടത്തില്ല. You cannot overcome him ഇന്നു anymore. മുതൽ നിനക്ക് അവനെ കീഴ്പ്പെടുത്താൻ You ഒക്കത്തില്ല. cannot subdue him anymore. ലോകത്തിന്റെ പ്രശ്നത്തിന് നിന്നെ കീഴ്പ്പെടുത്താൻ No ഒക്കത്തില്ല. problem of the world can subdue ലോകത്തിന്റെ you. മോഹങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ No temptation of the world can Yes, overcome you. hallelujah. അവൻ ലോകത്തിൽ വസിച്ചെങ്കിൽ, But if he had lived in the ഓ world, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ but the ജയിച്ചിരിക്കുന്നത് Lord കൊണ്ട്. said, I overcome the world. ലോകത്തിൽ കഷ്ടമുണ്ട്, There is problem in the world. ഹല്ലേലൂയ, പക്ഷെ ഞാൻ ലോകത്തെ But I ജയിച്ചിരിക്കുന്നു. overcame the world. ഓ, നീ സ്ഥാനമേറ്റാൽ When you baptized, ദൈവം നിന്നെ ഇൻട്രൊഡ്യൂസ് വെളിപ്പെടുത്തും, റിവീൽ Lord ചെയ്യും. will reveal നീ you ആരെന്ന് who you are. ഇനി ലോകത്തിന് ജയിക്കാൻ But the കഴിയത്തില്ലെന്ന്. world cannot overcome you. ഹല്ലേലൂയ. കാരണം എന്തെന്ന് The ചോദിച്ചാൽ, reason നീ why, സ്ഥാനപ്പെടുന്ന സമയം മുതൽ the time you got baptized, ലോകത്തെ ജയിച്ച ഒരുവൻ there is one who നിന്റെ overcame the world. അകത്തേക്ക് വരാൻ He has തുടങ്ങും. come entered into you. Yes, Rabba, Shala, Kaba, Rabba, നമ്മുടെ ജുവാൻ വെള്ളത്താൽ സ്നാനമൊക്കെ പോവാ ഈ ശനിയാഴ്ച. Our Joanne is going to be അവളെ baptized next ദൈവം Saturday. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. God is going to introduce ദൈവം her അവളെ to them. റിവീൽ ചെയ്യാൻ He's പോകുന്നു. going to reveal her about her ഈ to the heavenly സാറ്റർഡേ അവളെ realms. ദൈവം റിവീൽ ചെയ്യും. This Saturday, God will reveal her to the ഹല്ലേലൂയ. അവൾ world. ആരെന്നുള്ളതിന് Who she വെളിപ്പെടുത്തും. is to the heavenly realms. ഹല്ലേലൂയ. യോഹന്നാൻ പറയാ, ഞാൻ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിയാ. John said, I came to baptize with water. പക്ഷേ ഈ വെള്ളത്താലുള്ള സ്നാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. One thing about baptism of water. ഹല്ലേലൂയ. 30 വർഷമായി യേശു ആരെന്ന് ആർക്കും For അറിയത്തില്ല. 30 years, no one knew who Jesus was. എല്ലാവർക്കും അറിയാതെ ഒറ്റ കാര്യമുള്ളൂ, തച്ചനാ. Everyone knew him as a ഒരു carpenter. കാര്യവും ഇല്ല, There is no use of ഒരു that. പ്രയോജനം ഇല്ല. No use of that. പക്ഷേ യോഹന്നാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ തച്ചന്റെ മകൻ എന്നുള്ളത് മാറ്റി. John says, I am removing the name of ഹല്ലേലൂയ. God from the സ്വർഗീയ Son. തലത്തിൽ അവന്റെ സ്ഥാനം എന്തെന്ന് I'm going to reveal his ലോകത്തിന് position in the heavenly വെളിപ്പെടുത്താൻ. realms and reveal it to അവനെ the world. വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ. And to baptize you with ഓ water. റബ ശല കബ റബ ശിയ കബ റബ ചുടബ റബ ശിയ കബ റബ.
ഒരു ദൂത് കൂടെ പറയാം. I want to convey a prophetic word. സ്ഥാനമാനങ്ങളെക്കാൾ, Beyond position, തന്റെ പേരെന്തെന്ന് പറയുന്നതിനേക്കാൾ, beyond saying you who you are, ദൈവം ഏൽപ്പിച്ചതിനെ to do what God has appointed you to do. ചെയ്യുന്നത് വലുതെന്ന് ഒരുത്തൻ പറഞ്ഞപ്പോൾ, If someone said doing that is greater, ഹല്ലേലൂയ, സകലേക്കാളും രാജാതി രാജാവായവനെ the King of Kings, സ്നാനപ്പെടുത്തേണ്ടതിന് baptize ദൈവം അവന്റെ കരങ്ങളെ ബലപ്പെടുത്തി. Lord, strengthen this ഓ, hand. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ God appoints men. ഹല്ലേലൂയ, അതിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നീ കണ്ടാൽ, You see it is the most ഹല്ലേലൂയ, important. അധികാരത്തിൽ ഇരിക്കുന്നവരെ, The one in ഓ, authority. ഉന്നതിയിലിരിക്കുന്ന The one in ഉന്നതന്മാരെ, higher places. ഹല്ലേലൂയ, ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ Enter into the നിന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് God will use you. പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞ Holy Spirit, we confess this prophetic word. ഇന്ന് വരെ നിന്നെ എല്ലാവർക്കും അറിയാവുന്ന മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഭ്രാന്തൻ, That's what they call you as a madman in the wilderness. ഹല്ലേലൂയ, ചൊവ്വ വസ്ത്രം ധരിക്കാത്തവൻ, You do not wear proper garment. മുടി വെട്ടാതെ ഭ്രാന്തനെ പോലെ You are like running like a madman. അവൻ മരുഭൂമി കിടന്ന് വിളിച്ചു He പറയുക, calls out in the wilderness. നല്ലപോലെ ആഹാരം പോലും You കഴിക്കാത്തവൻ, do not eat proper food. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ അപ്പനെ നോക്ക്, Look at his father. പുരോഹിതൻ, He's a high priest. നല്ല പൗരോഹിത്യ വസ്ത്രം. He wears good garments of the high priest. യോഹന്നാന്റെ അടുത്ത് ആരാന്ന് ചോദിച്ചും പറഞ്ഞില്ല ഞാൻ ഹല്ലേലൂയ പുരോഹിതന്റെ മകനാന്നൊന്നും When പറഞ്ഞില്ല. John was asked, he didn't say, I'm the son of the high priest. ഞാൻ സക്രിയ പുരോഹിതന്റെ മകനാ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? He didn't say, don't you know I'm the son of Zechariah? ഞാൻ ആരെന്ന് ചോദിക്കുന്നു, ദൂതൻ നേരിട്ടിറങ്ങി, Who are you to ask me? എന്റെ അപ്പന് ദൂത് കൊടുത്തിട്ട് ജനിച്ചതാ ഞാൻ. I was born because of the angel who came down to earth and proclaimed, revealed that prophetic word to my father. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഹല്ലേലൂയ ആത്മാവ് കൊണ്ട് നിറഞ്ഞു തുള്ളിയവനാ ഞാൻ. I was filled with the anointing even in my mother's womb. ഹല്ലേലൂയ. നമ്മളോട് എന്തെങ്കിലും ചോദിക്കും, നമ്മൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്പഴാ ഞാൻ ഇങ്ങനെ, ഞാൻ പണ്ട് എങ്ങനെ ആയിരുന്നെന്ന് അറിയാമോ? He will say, who I am. Do you know who I was in the beginning? അല്ല, യോഹന്നാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് പറയാനില്ല. John said, I have nothing else to say. ഹല്ലേലൂയ, ഇതൊന്നും യോഹന്നാൻ സാമാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് പറയാനില്ല. I have nothing else to claim. ഹല്ലേലൂയ, എനിക്ക് പറയാനുള്ളത് I have only one thing to say. ദൈവം എന്നെ ഏൽപ്പിച്ചതിനെ, That God what has appointed me. എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ചതിനെ, God has appointed me. കുടുംബ പാരമ്പര്യം പറയുന്നില്ല, പറയാനുണ്ട് പക്ഷെ പറയുന്നില്ല. He has have family status to say, but he doesn't say ഹല്ലേലൂയ, that. ദൂതൻ നേരിട്ട് ഇറങ്ങിയത് പറയാനുണ്ട്, പറയുന്നില്ല. He can say that the angel came down to him. His അമ്മയുടെ father. ഉദരത്തിൽ വെച്ച് ആത്മാവിൽ നിറഞ്ഞത് He പറയാനുണ്ട്, can say that the Lord anointed him in the mother's womb. ഓ ഹല്ലേലൂയ, ഏലിയാവിന്റെ ആത്മാവോട് ശക്തിയോടും കൂടെ വന്നവനാന്ന് പറയാനുണ്ട്, പറയുന്നില്ല. He said he came with the strength and the anointing of Elijah. പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, There's only one thing to say. യേശുവിനെ Who Jesus. ലോകത്തിന് വെളിപ്പെടുത്താൻ, To reveal him to the വെള്ളത്തിൽ world. സ്നാനം To കഴിപ്പിക്കാൻ baptize him in the water. വന്നിരിക്കുന്നു, He has come. വന്നിരിക്കുന്നു. He has എന്റെ come. മേൽ എന്റെ ദൈവം ഏൽപ്പിച്ച That is ഉത്തരവാദിത്തം. the appointment God has given me. അതുവരെ എല്ലാരും പറഞ്ഞു നടന്നത്, That's what people said. ഭ്രാന്തനാ, He's a madman. മരുഭൂമി വിളിച്ചു കൂവുന്നവനാ. He's the one who just പക്ഷേ screams out. ഇന്ന് ചരിത്രം മാറി. And the history changed. രാജാതി രാജാവിനെ, The King of Kings. കർത്താതി കർത്താവിനെ, The Lord of Lords. ഏക രക്ഷകനെ, The only Savior. ലോകത്തിന് വെള്ളത്തിൽ സ്നാനമേൽപ്പിച്ച് To വെളിപ്പെടുത്താൻ. baptize him in the water. ഓ റബ ശാല ഖബ റബ ശബ റബ. ഓ ഹല്ലേലൂയ. Hallelujah. കഴിഞ്ഞ നാൾ വരെയുള്ള നിന്റെ ചരിത്രത്തെ What has മാറ്റുക. been a history, that's what will be ഹല്ലേലൂയ. transformed. ഇന്ന് പകൽ ഒരു ദൈവിക ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്ത, Today, if you receive the entrusted appointment of God, ഇന്നലെ വരെ നീ എങ്ങനെയാന്ന് ആരും പറയത്തില്ല. what you have been before, that's what God will not look at it. മനുഷ്യര് പറഞ്ഞാലോ, Even if man says സ്വർഗം it, പറയാ, heaven will say, ഓ ഹല്ലേലൂയ, ഇവനെ ഇവളെ him or her, മറ്റാരെ ഏൽപ്പിക്കാത്തതാ ഞാൻ I will ഏൽപ്പിച്ചിരിക്കുന്നത്. entrust what I have not entrusted എന്റെ to പുത്രൻ anyone. ഭൂമിയിൽ ജനിക്കുമ്പോൾ When my son comes down to അവന്റെ earth, തലയിൽ കൈവച്ച he will place his hands on him വെള്ളത്തിൽ and സ്നാനപ്പെടുത്താൻ, baptize him, ലോകത്തിന് വെളിപ്പെടുത്താൻ, to reveal him to the world. ഈ മരുഭൂമിയിൽ ഭ്രാന്തനെ പോലെ വിളിച്ചു പറയുന്നവനെ എനിക്ക് ആവശ്യം. It is one who's screaming out the wilderness, I അവൻ want വിളിച്ചു him. പറയുന്നത് ഭ്രാന്തല്ല, He's what is calling അവൻ out വിളിച്ചു his പറയുന്നത് name. ഞാൻ അവന്റെ അകത്ത് കൊടുത്ത സുവിശേഷമാ, He is proclaiming the gospel I have ഞാൻ അവന്റെ entrusted അകത്ത് him. കൊടുത്ത വചനമാ. It is the word I have സ്വർഗരാജ്യം entrusted him. And the സമീപിച്ചിരിക്കുന്നു. kingdom of God is ഇതേ near. അവന് പറയാനുള്ളൂ. That's the only thing he wants to say. ഹല്ലേലൂയ. ഒറ്റ പ്രസംഗം
One preaching. യോഹന്നാന്റെ പ്രസംഗം ഇത് മാത്രമാണ്. This was his only preaching. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. That the kingdom of God is near. മാനസാന്തരപ്പെടുവീൻ, സ്നാനപ്പെടുവീൻ. We confess and be saved. ഈ ഒറ്റ പ്രസംഗം കൊണ്ട് ആയിരങ്ങളെ In സ്നാനപ്പെടുത്തി. this one message, he baptized thousands of people. ഈ ഒറ്റ പ്രസംഗം കൊണ്ട് ആയിരങ്ങളെ In സ്നാനപ്പെടുത്തിയ this മനുഷ്യൻ. one message, he baptized thousands of people. ദൈവം ഏൽപ്പിക്കുന്നതാണ് ഈ ഒറ്റ പ്രവചനം മതി, ഒറ്റ പ്രസംഗം മതി. If God appoints you one prophecy or one word, that is enough. ഹല്ലേലൂയ. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. When you say one word, God has given you. ഹല്ലേലൂയ. Hallelujah. ചരിത്രങ്ങൾ മാറും. The history will be ചരിത്രങ്ങൾ transformed. മാറും. The history will change. ഓ, ഈ അന്ത്യനാളുകളിൽ In the end days, ചരിത്രങ്ങളെ മാറ്റുന്ന ചിലരെ there is one who will change history. ഇതിനകത്തൊന്ന് എഴുതിപ്പിക്കാൻ God is going to rise them up. ഓ റബ ശാല ഖബ റബ ഓ ഇന്ന് ലൈവിലൂടെ Those who are listening live, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ, is there anyone yet not baptized? നിന്റെ ജീവിതത്തിൽ നീ സകല കഷ്ടതയിൽ കൂടെ പോവുകയാണെങ്കിൽ, You go through so much troubles in your life. നീ വെള്ളത്താൽ സ്നാനമേക്കാൻ തയ്യാറാണെങ്കിൽ, When you get ready to be baptized നിന്റെ in the water, ജീവിതത്തിലെ ചരിത്രം മാറും. your history will be changed. ഇതുവരെ ലോകം കണ്ട പോലെ അല്ല ഇനി ദൈവം നിന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. God is going to introduce in a way that not the world looks at you. ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോകുന്നത്. God is going to reveal you. ഹല്ലേലൂയ. ദൈവം മഹത്വത്തോടെ നിന്നെ വെളിപ്പെടുത്താം. God will reveal you with His glory. വെള്ളത്താൽ സ്നാനം. The baptism of the water. അയ്യോ, ആരൊക്കെയോ പറയുന്നത് പോലെ ഹല്ലേലൂയ പെന്തക്കോസ്തി ചേർക്കുന്നതല്ല. Not like someone said to join Pentecostalism. ഹല്ലേലൂയ, ഇത് പെന്തക്കോസ്തി ചേർക്കുന്ന പരിപാടിയല്ല. It's not a work to bring you to അങ്ങനെ Pentecost. ബാപ്റ്റിസ്റ്റുകാരും ചെയ്യുന്നുണ്ടല്ലോ. And there are people to baptize. ഹല്ലേലൂയ, അത് ബാപ്റ്റിസ്റ്റ് Even ചേർക്കുന്നതുമല്ല. Baptist people are there who അത് baptize you. സെവന്ത് ഡേക്കാരും ചെയ്യുന്നുണ്ടല്ലോ. Even Seventh-day അത് people do സെവന്ത് ഡേ that. ചേർക്കുന്നതല്ല. It is not to join you to ഓ, Seventh-day. വെള്ളത്തിലെ സ്നാനം To baptism of the നിന്നെ water സ്വർഗ്ഗ is to join you with the ഭൂമിയിൽ heaven. വെളിപ്പെടുത്തുന്നതാ. It's the heaven നിന്നെ revealing you to the വെളിപ്പെടുത്തുന്നതാ. earth. It is the heaven നീ revealing ദൈവത്തിന്റെ you ആരെന്നുള്ളതാ. who you are in God. നീ ദൈവത്തിന്റെ കണ്ണിൽ ആരെന്നുള്ളതാ. Who you are in guise of ദൈവം God. നിന്റെ ആരെന്നുള്ളതാ. Who are you ഹല്ലേലൂയ. of God. സ്വർഗ്ഗം This heaven, ഭൂമിയിൽ അത് വെളിപ്പെടുത്തുന്നതാ. in heaven is revealing you to the സ്വർഗ്ഗത്തിൽ earth. എഴുതപ്പെട്ട നിന്റെ പേരിനെ What your name written in heaven. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നിന്നെ തിരഞ്ഞെടുത്തതിനെ That you have been formed before and ദൈവം. chosen before formation. God. ദൈവം ഭൂമിയിൽ വെളിപ്പെടുത്തുന്നത് God ദിവസമാ. revealing it to the earth. വെള്ളത്താൽ സ്നാനമേക്കുന്ന ദിവസം. Baptism is that day. അന്ന് മുതൽ നിന്റെ ചരിത്രം മാറാം. On that day your history is ഓ, എന്നെ changed. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് Is സമർപ്പിച്ചോളാം. there anyone listening to me? Why don't you നിന്റെ surrender? ചരിത്രത്തെ മാറ്റാം. God to change your history. റാബ ശാല ഖബ റബ Oh, Rabash. ഹല്ലേലൂയ. Hallelujah. യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ When John was saying this, ചില പരീശന്മാരും ശാസ്ത്രിമാരും വന്നു. some സ്നാനപ്പെടാൻ. Pharisees and Sadducees came. അവര് വരെ സ്നാനപ്പെടാൻ വന്നു. They even came to get baptized. ഹല്ലേലൂയ. Hallelujah. യോഹന്നാൻ അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, John looked at them and said, സർപ്പസന്തതികളെ, You brood of vipers, രക്ഷ പ്രാപിക്കേണ്ടതിന് to get salvation. മാനസാന്തരപ്പെട്ട സ്നാനമേക്കാൻ Yet if you confess and നിങ്ങൾക്ക് ഇത് baptize, പറഞ്ഞു തന്നതാർ. who taught you this? ഹല്ലേലൂയ. Hallelujah. യോഹന്നാൻ വിളിക്കുന്ന വിളിയ സർപ്പസന്തതികളെ. He said, brood of vipers. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. പിന്നെ ഉൽപ്പത്തിയിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, In Genesis he says, ഞാൻ സ്ത്രീക്കും are born with the woman, സർപ്പത്തിനും പാമ്പിനും with the woman and the serpent. തമ്മിൽ ശത്രുത്വം വെക്കുക. Between them there will be an enmity. ഞാൻ സ്ത്രീയുടെ സന്തതിക്കും In the generation of the woman പാമ്പിന്റെ സന്തതികൾക്കും and the generation of the serpent, തമ്മിൽ ശത്രുത്വം I'll വെക്കുക. put an enmity between them. ഹല്ലേലൂയ. Hallelujah. യോഹന്നാൻ എവരെ നോക്കിയിട്ട് വിളിച്ചു, സർപ്പസന്തതികളെ, John looked at them and said, You brood of vipers, പിശാചിന്റെ സന്തതികളെ. you generation of serpents and devils. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവാൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ. Those who are led by the Holy Spirit, all the children of God. പിശാചിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാം പിശാചിന്റെ Those മക്കൾ. who are led by the devil's spirit, the unclean spirit, or the children generation of the devil. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്നിട്ട് യോഹന്നാൻ വിളിച്ചു പറയുക,
നീ എത്ര വലിയ സർപ്പത്തിന്റെ സന്തതിയായാലും, That John says, how big of a serpent's generation you are. മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ നീ രക്ഷ പ്രാപിക്കുന്നു. When you confess and get baptized, you will receive salvation. രക്ഷ പ്രാപിപ്പാനുള്ള ഈ മാർഗം നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്നെന്നാ Who teach you the ചോദിക്കുന്നത്? way for you to be saved? എന്ന് വെച്ചാൽ നിന്റെ മേൽ എത്ര പിശാച് മൂടിയ വ്യക്തിയാണെങ്കിലും, How much ever devil is in you, എത്ര ദുരാത്മാവിൽ ചലിക്കുന്ന how much വ്യക്തിയാണെങ്കിലും, ever you move in the നീ demonic യേശുവിനെ realm, കൈക്കൊണ്ട് when സ്നാനമേക്കുകയും you receive നീ Jesus and നിന്റെ get കുടുംബവും രക്ഷ baptized, you പ്രാപിക്കുന്നു. and your family will be saved. രക്ഷ പ്രാപിക്കാൻ ഇതല്ലാതെ വേറെ There വഴിയില്ലെന്ന്. is no other way other than ഹല്ലേലൂയ. this. രക്ഷ പ്രാപിക്കാൻ ഇതല്ലാതെ വേറെ There is വഴിയില്ല. no other way other than പക്ഷെ നീ this. എത്ര സർപ്പത്തിന്റെ How സന്തതിയാണെങ്കിലും, much you might be the generation of the നീ serpent, സ്നാനമേക്കാൻ വന്നാൽ when you get baptized, നിനക്ക് രക്ഷ തരുന്ന ഒരു ദൈവമുണ്ട്. there is a God who will give you salvation. രക്ഷ തരുന്ന ഒരു ദൈവമുണ്ട്. There is a God who will give you salvation. ഹല്ലേലൂയ. യോഹനെ വിളിച്ചു പറയുക, John says, സർപ്പസന്തതികളെ, you serpent, brood of serpents, നിങ്ങളുടെ മനം തിരിഞ്ഞ് സ്നാനപ്പെട്ടാൽ if you confess and and baptized, രക്ഷ പ്രാപിക്കത്തില്ലെന്നല്ല not that പറഞ്ഞത്. you will not receive salvation. രക്ഷ പ്രാപിക്കാൻ ഇത് നിങ്ങൾക്ക് ആരാ He പറഞ്ഞത്? asked, who teach you this is the way for salvation? നീ രക്ഷപ്പെടും. You will be saved. ഇത് ആരാ നിനക്ക് പറഞ്ഞു തന്നേന്നാ He ചോദിച്ചത്. asked, who teach you this way? എത്ര സർപ്പസന്തതിയായ, How much ever you be the generation of serpents, ഡീമൻ പോസസ്ഡ് ആയ, you how much ever be demon possessed, എത്ര പിശാച് നിന്റെ ഈ ഭവനത്തെ തകർത്തെന്ന് how much പറഞ്ഞാൽ, ever demon destroyed your household. നീ പ്രവർത്തിക്കുന്ന പലത് പിശാചിലാണെന്ന് പറഞ്ഞാൽ, Even if people say you are working through the devil, ഹല്ലേലൂയ, നിന്റെ തലമുറകളെല്ലാം ഈ പാരമ്പര്യത്തിൽ വന്നതാണെന്ന് പറഞ്ഞാലോ, your generation came through this നിന്റെ hierarchy, പിതാക്കന്മാരൊക്കെ മന്ത്രവാദികളോ, നീ മന്ത്രവാദിയാന്ന് that പറഞ്ഞാലോ, your fathers were sorcerers and you are a sorcerer. രക്ഷ പ്രാപിക്കാൻ ഒറ്റ വഴിയേ There is ഉള്ളൂ. only one way to be saved. രക്ഷയില്ലെന്നല്ല, രക്ഷയുണ്ട്. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. There is only one way to salvation. കർത്താവായ യേശുവിൽ വിശ്വസിച്ച, And if you believe in നീ Jesus, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റാൽ confess and നീ baptize, രക്ഷ പ്രാപിക്കാം. you will be baptized, you will be saved. ഓ, ഒന്നും കൂടെ പറഞ്ഞാൽ, Again, if you say ഒന്നും കൂടെ പറഞ്ഞാൽ, ഈ സ്നാനം this baptism, പൈശാചിക ശക്തികളുടെ ബലത്തെ it is തകർക്കുന്നതാണ്. to destroy the power of darkness. ഓ, പിന്നെ പിശാചിന് നിന്റെ മേൽ അധികാരം Devil നഷ്ടപ്പെടുമെന്ന്. has no authority over you. നീ ഇതുവരെ സർപ്പത്തിന്റെ സന്തതിയായിരുന്നായിരിക്കാം. You might be the generation of serpents. സ്നാനമേറ്റ സെക്കൻഡ് മുതൽ The time you get baptized, അവന് നിന്റെ മേലുള്ള സ്വാധീനം പോകും. the influence of him is reduced. പിന്നെ നിന്നെ അറ്റാക്ക് ചെയ്യാൻ ഒക്കത്തില്ല. He cannot attack you പിന്നെ anymore. നിന്നിൽ കയറി ഇത് He പ്രവർത്തിക്കാൻ cannot ഒക്കത്തില്ല. enter you and work in you. പിന്നെ നിന്റെ ജീവിതത്തെ തകർക്കാൻ He ഒക്കത്തില്ല. cannot destroy you. ഓ, നിന്റെ ഫ്യൂച്ചർ നശിപ്പിക്കാൻ He ഒക്കത്തില്ല. cannot destroy your future. നിന്റെ നീയല്ല, നീയും നിന്റെ കുടുംബവും You and your family രക്ഷ പ്രാപിക്കേണ്ടതിന് needs to be saved. ഓ, ഇന്ന് പകലെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, If you are listening to me, പൈശാചിക ശക്തികളാൽ തകരപ്പെടുന്ന കുടുംബങ്ങളെ demonic families are being destroyed. രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ. Only one way to be saved. ഒറ്റ മാർഗമേ ഉള്ളൂ. Yes. ഓ, Only one way to be saved. പൈശാചിക ശക്തി നിന്റെ മേൽ കയറിയിട്ടോ, When the demonic influence enters നിന്നെ you, എത്ര മാറാരോഗിയാക്കിയാലോ, whenever you put you into എത്ര sickness, മരണകരമായ രോഗം how much കൊണ്ടുവന്നാലോ, darkness or death has എത്ര put on you, തകർച്ചകൾ how കൊണ്ടുവന്നാലോ, much destruction has it ഓ, brought to you. രക്ഷ പ്രാപിപ്പാൻ ഒരു വഴിയുണ്ട്. There is only one way to salvation. Yes, നീ സ്നാനമേറ്റാൽ, You when you get baptized, യേശുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റാൽ, if you believe and get നീ baptized, രക്ഷ പ്രാപിക്കാം. you will receive salvation. നീ രക്ഷ പ്രാപിക്കാം. You will receive salvation. ആരെങ്കിലും ഒന്ന് വായിച്ചാ മത്തായിയുടെ Can സുവിശേഷം someone read my book of Matthew 3 5 verse 5, 4 5 4 and 5. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൾവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അന്ന് യെരൂശലേമിലും യഹൂദിയ ദേശക്കാരൊക്കെയും ആ ഇരുകരയുമുള്ള പുറപ്പെട്ട് അവനാൽ സ്നാനമേറ്റു. തൻ്റെ സ്നാനത്തിനായി പരീശരിലും സാദൂക്യരിലും ചിലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ
നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് 6 മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മതി. ഹല്ലേലൂയ. അപ്പോൾ വരാൻ പോകുന്ന the coming wrath, ഹല്ലേലൂയ, മഹാകോപത്തിൽ നിന്ന് the great wrath, ഒഴിഞ്ഞു മാറുവാൻ, to flee from it, രക്ഷ പ്രാപിപ്പാൻ, to receive ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇത് ഉപദേശിച്ച് തന്നതാ. who gave you this advice, നിങ്ങൾക്ക് ഇത് ഉപദേശിച്ച് തന്നതാ. who advised you about this way. പറഞ്ഞ Again if I say it, എത്ര പിശാച് കേറിയ ആളായ, how much ever devil enters you, നീ പോലും അറിയാതെ പിശാച് നിന്നിലൂടെ മഹാപാപങ്ങളെ ചെയ്തു കൂട്ടി. even without you knowing, the devil is doing great ഹല്ലേലൂയ. things. പക്ഷെ വരാൻ പോകുന്ന കോപത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ for you to flee from the coming wrath, there is one opportunity. രക്ഷ പ്രാപിപ്പാൻ ഒരു You have one അവസരമുണ്ട്. opportunity to be saved, ഹല്ലേലൂയ. മാനസാന്തരത്തിന് യോഗ്യമാകുന്ന ഫലം കായ്ച്ച to bear the fruit ഈ of repentance, സ്നാനമേറ്റാൽ, and you get baptized. ഹല്ലേലൂയ, വരാൻ പോകുന്ന ദൈവകോപത്തിൽ The നിന്ന്, coming wrath of God, തകർച്ചയിൽ നിന്ന്, from destruction, നാശത്തിൽ നിന്ന്, from that failure, നിനക്ക് രക്ഷയുണ്ടെന്ന്, there is a salvation. നിനക്ക് രക്ഷയുണ്ടെന്ന്. There is a salvation. ഓ, ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ചേ. Can you pray ഇങ്ങനെയുള്ള today? അനേകർ ഇന്ന് That may വിടുവിക്കപ്പെടേണ്ടതിന്. just like this be redeemed. ഓ ഹല്ലേലൂയ. Hallelujah. ഓ, അവർക്ക് ഈ ഉപദേശം ലഭിക്കേണ്ടതിനൊന്ന് പ്രാർത്ഥിച്ചേ. That they receive this advice. Pray, church, please pray. ഓ, ഇങ്ങനെ പിശാച് പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നവർ, What the devil has bonded people, ഓ, അവർ ആ കെട്ടുപൊട്ടി that their bondage be രക്ഷ broken, പ്രാപിക്കാൻ that they be repentant and യേശുവിന്റെ salvaged, സന്നിധിയിൽ വന്ന് that they come to the presence of God, that സ്നാനമേൽക്കേണ്ടതിനാൽ they be ഈ baptized, ദേശത്തിലുള്ളവർ അങ്ങനെ വിടുവിക്കപ്പെടാൻ, that every people of this നിങ്ങളുടെ nation be redeemed, ബന്ധുക്കൾ അങ്ങനെ വിടുവിക്കപ്പെടാൻ, let them be redeemed, നിങ്ങളുടെ സഹോദരങ്ങൾ അങ്ങനെ let your വിടുവിക്കപ്പെടാൻ. brothers be saved, ആ ഹല്ലേലൂയ. നിങ്ങളുടെ സഹോദരങ്ങൾ, let your brothers, ഓ സിബ്ലിങ്സ്, siblings, സഹോദര സഹോദരിമാർ, let your sister siblings, ഹല്ലേലൂയ, Hallelujah. വിടുവിക്കപ്പെടേണ്ടതിന്, that they be redeemed and ഓ, saved, അവരുടെ അകത്ത് ഈ ഉപദേശം ഒന്ന് കയറട്ടെ. that the advice and this word enters into them. ആരെങ്കിലും ഈ ബുദ്ധി ഒന്ന് ഉപദേശിച്ചു If കൊടുക്കാം. anyone can advise them about അവരുടെ the ഹൃദയത്തെ same, തിരിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് the Holy Spirit who could turn their ഇന്ന് heart, പകൽ ആ ഹൃദയങ്ങളെ ഒന്ന് തൊടണമേ എന്ന്. Today, Lord, touch their hearts ഹൃദയങ്ങളെ today. ഒന്ന് തൊടണമേ എന്ന്. Touch their hearts today. ഓ, പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ Is there കരങ്ങളെ anyone ഉയർത്തി, here to pray? Raise your hands കരങ്ങളെ and ഉയർത്തി. pray. Open, raise your hands and pray for them right now. Oh, Rabba Shakala Bariyantola Bariyantola. Oh, Rabbi Shikala Barabara Barabara. Oh, Riba Shikala Barabara 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 Shikala Barabara. Oh, Riba Shikala Barabara 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 Shikala Barabara. Oh, Riyandala Barabara Shikala Bariyantola Barabara. Oh, Riyandala Barabara Shikala Barabara. Oh, Ramandala Barabara Shikala Bariyantola Shikala Barabara. Oh, Riyandala Bashari Yakona Mashi Bandolaba, Ore Ashokola Briakala Barabara, Ora Vahikili Controma Shikeria Mama, Oriama Shikelia Koria Mavashigalaba, Ora Vashigalaba. Hallelujah. Hallelujah. എത്ര സർപ്പത്തിന്റെ സന്തതികളാണ്. How much ever the brute of vipers, തൊടാനൊക്കത്തില്ല, they cannot touch you. തൊടാനൊക്കത്തില്ല. They cannot touch you. ഇസ്രായേൽ ജനം The people of Israel, ചെങ്കടലിലും മേഘത്തിലും സ്നാനമേറ്റ് കയറിയെന്ന് when they received baptism by the waters, ആ സ്നാനത്തിനൊരു മുൻകുറി. it was a prelude to അവർ baptism. ചെങ്കടലിലും മേഘത്തിലും സ്നാനമേറ്റ് They കയറി. got baptized by the cloud and the water. ആ ഏറ്റു കയറിയവർ When they entered after it, അവരുടെ ഹൃദയം കഠിനപ്പെട്ടതുകൊണ്ട് since their heart was hardened, മരുഭൂമി ചിതറിപ്പോയി. they were scattered in the wilderness. പക്ഷെ ആ കയറിയവരെ ഒരാളെയും But no one who entered, പിന്നെ ഫറവോന് വന്ന് തൊടാൻ പറ്റില്ല. the Pharaoh couldn't touch him. പിന്നെ ഫറവോന് വന്ന് തൊടാൻ പറ്റില്ല. Pharaoh could never touch them. എത്ര സർപ്പസന്തതി എന്ന് പറഞ്ഞാൽ, How much ever say you're the എത്ര fruit of പിശാച് serpents. നിന്റെ ജീവിതത്തെ തകർക്കാൻ നോക്കുന്നു. How much ever the devil tried to destroy your ഹല്ലേലൂയ. life. നീ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് കയറിയാൽ If you enter with baptism, is പിന്നെ saved. പഴയ ശത്രുവിന് തിരിച്ചു വരാനോ, The old enemy cannot enter പഴയ again. ശത്രുവിന് തിരിച്ചു വരാനോ. The old enemy cannot enter you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഓ ഹല്ലേലൂയ. Hallelujah. പിന്നെ പഴയ ശത്രുവിന് തിരിച്ചു വരാൻ ഒക്കത്തില്ല. The old enemy cannot return back. ദൈവം അങ്ങ് റിവീൽ ചെയ്യും. God will reveal you. ദൈവം റിവീൽ ചെയ്യും. God will reveal you. ദൈവം ചിലത് റിവീൽ ചെയ്ത ഭയങ്കരമാണ്. When God reveals something, it is great. ഹല്ലേലൂയ. Hallelujah. ആർക്കും വേണ്ടാതെ, When you are useless for nothing, ഏറ്റവും അഴുക്ക് പിടിച്ച, the most ugliest place. ഹല്ലേലൂയ, Hallelujah. പാപം നിറഞ്ഞ, Sinful. ഹല്ലേലൂയ,
നസ്രയത്തിനെ ദൈവം അങ്ങ് എടുത്തു. God took that Nazareth. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശു നസ്രയത്തിലേക്ക് ചെന്നു. Jesus entered into Nazareth. ഹല്ലേലൂയ. കർത്താവ് വന്നാൽ ചരിത്രം മാറും. And Jesus enters into a place, history will be changed. അതുവരെ എല്ലാവരും പറഞ്ഞു നസ്രയത്തിൽ നിന്ന് വല്ല ഗുണവും ഉണ്ടാവും, വല്ല നന്മയും വരും. Until then people said, is there any good come out of Nazareth? അത്ര മിക്സ്ഡ് ആയി പോയി നശിച്ചു പോയ ഒരു It was so much into that much of destruction now. പക്ഷെ കർത്താവ് കടന്നു വന്നാൽ മാറും. When Jesus enters there, it will കർത്താവ് transform. കടന്നു വന്നാൽ മാറും. When he enters that place, it changes. നശിച്ചതാന്ന് പറഞ്ഞാൽ How much ever bad reputation ഒരു has. വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്നാൽ, If God and Jesus enters your life, നിന്നെ ദൈവം റിവീൽ ചെയ്യും. when Jesus, God reveals you, സ്വർഗീയമായി നിന്നെ വെച്ചിരിക്കുന്ന പദവികളെ തന്നു he will honor you with a heavenly position. നസ്രയത്തിന് മേൽ അങ്ങനെ ഒരു പദവിയെ കൊടുത്തു. That reputation of that authority was given over Nazareth. ഹല്ലേലൂയ. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? There any good reputation come out of പക്ഷേ ഈ Nazareth? നസ്രയനായ യേശു എന്ന് പറഞ്ഞ ഭൂതങ്ങൾ പേടിക്കും. But when they say Jesus of Nazareth, the demons flee. നസ്രയന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കാന്ന് പറഞ്ഞ ചാടി When he says in the name of Jesus of Nazareth, they will rise out of their sickness. നസ്രയന്റെ നാമത്തിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ ജീവിക്കാം. When he says out the Jesus, the son of Nazareth, ദൈവം കയറി ചെന്ന when Jesus enters a place, ഹല്ലേലൂയ, അതുവരെ ഉള്ളതിനെ മാറ്റിയിട്ട് he will transform what is സ്വർഗീയമായതിനെ ദൈവം he will വെളിപ്പെടുത്തും. reveal the heavenly reputation. നസ്രയത്തിനെ കുറിച്ച് സ്വർഗ്ഗം വെച്ചൊരു പദവിയുണ്ട്. There is a position God has kept for Nazareth. പദവിയെ ദൈവം അങ്ങ് തുറക്കും. That position God opened. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാ, I want to tell it again now. ക്രിസ്ത്യാനികൾ ഇപ്പോ വന്ന പേരാ. Christians is the name that came now. ഹല്ലേലൂയ. Hallelujah. ആദിമകാലത്ത് എല്ലാവരും വിളിച്ചത് In the beginning, people called നസ്രയ them. മതക്കാരെന്ന. They are people of Nazareans. നസ്രയ മതക്കാരെന്ന യേശുവിനെ അനുഗമിച്ച എല്ലാവരും Those who followed Jesus were called as Nazareans religion now. ഇപ്പോഴാ ക്രിസ്ത്യാനി എന്ന് Only now they are called as Christians. ആ പണ്ട് എല്ലാവരും വിളിച്ച നസ്രയ In മതക്കാർ. the back old, they called them religion of Nazareans. നസ്രയ മതക്കാർ. They called them religion of Nazareans. അപ്പോസ്തല പ്രവൃത്തികൾ In the Acts of Apostles. 24 In chapter 24. 5 വായിച്ചേ. Verse 5. പൗലോസിനെ കുറിച്ച് പറയുന്നത്, പൗലോസിനെ കുറിച്ച് പിന്നെ എന്തുവാ, ഫെലിക്സിന്റെ മുൻപാകെ കൊണ്ടുനിർത്തി പൗലോസിന്റെ കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ്. In front of, they brought Paul in front of Felix and told him all his wrongdoings. ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെ ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസ്രായ മതത്തിന് മുൻപനും. ഏത് മതത്തിനാ? നസ്രായ മതം. They were called a sect of Nazareans. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും നസ്രായനായ യേശു എന്നാ വിളിച്ചിരുന്നത്. Everyone called Jesus Jesus of യേശുവിനെ Nazareth. അനുഗമിച്ചവരെല്ലാം നസ്രായ മതം എന്ന് വിളിച്ചു. Everyone who followed Jesus were called as ആ Nazareans. മതത്തിന് മുൻപനായി പൗലോസ് എന്ന്. And Paul was a leader of the sect of Nazareans. Hallelujah. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ കാലഘട്ടത്തിൽ എല്ലാവരും വിളിച്ചിരുന്ന നസ്രായ മതം. In that time they called him sect of Nazareans. യേശു ഒരിടത്ത് ഇറങ്ങി. When Jesus entered into a place. ഹല്ലേലൂയ. നസ്രയത്തിൽ നിന്ന് വല്ല നന്മ വരുമോ എന്നല്ലേ പറഞ്ഞത്. Didn't they say any good come out of Nazareth? ഈ പേരെല്ലാടോ But വ്യാപിച്ചിരിക്കുകയാണ്. this is the name that has been spread. രാജാക്കന്മാരുടെ മുമ്പിൽ ചെന്നിരിക്കുകയാണ്. When he went in front of kings. ഹല്ലേലൂയ. Hallelujah. എന്താന്ന് വെച്ചാൽ കർത്താവ് എവിടെയെങ്കിലും ചെന്നാൽ, Reason when Jesus enters a ഹല്ലേലൂയ, place. നസ്രയത്തിനെ കുറിച്ച് സ്വർഗ്ഗം എഴുതി വെച്ചിരിക്കുന്ന വെളിപ്പെടാം. The what is revealed about heaven about Nazareth is unveiled. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് ദൈവം എഴുതി വെച്ചിരിക്കുന്നത് വെളിപ്പെടുത്താം. What God has written about you by God will be unveiled. ദൈവം എഴുതി വെച്ചിരിക്കുന്നത് വെളിപ്പെടുത്താൻ സമയമായിരുന്നു. It is time for what God has written about you to be unveiled today. ഇന്ന് ആരെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, Is there anyone here to surrender to ഹല്ലേലൂയ, it? നീ വെള്ളത്താൽ സ്നാനമേൽക്കുമ്പോൾ If you get baptized by the സ്വർഗ്ഗം water, വെച്ചിരിക്കുന്നത് വെളിപ്പെട്ടു വരും. what heaven has kept for you will be സ്വർഗ്ഗം unveiled. വെച്ചിരിക്കുന്നത് വെളിപ്പെട്ടു വരും. What is heaven kept for you will be സ്വർഗ്ഗത്തിന്റെ മേൽ unveiled. വെച്ചിരിക്കുന്ന പേരുകൾ The വെളിപ്പെടാം. name heaven has kept for you will be പദ്ധതികൾ unveiled. വെളിപ്പെടാം. The position heaven has kept for you will be unveiled. ഹല്ലേലൂയ. Hallelujah. യോന പറഞ്ഞു, ഞാൻ അവനെ John said, ലോകത്തിന് വെളിപ്പെടുത്താം. I am here to reveal വെള്ളത്തിൽ him. സ്നാനമേൽപ്പിക്കാൻ I am വന്നിരിക്കുന്നു. here to baptize him with water. അപ്പൊ എപ്പോഴാ വെളിപ്പെടുന്നത്? When is he ഞാൻ അവനെ revealed? വെള്ളത്തിൽ When I സ്നാനമേൽപ്പിക്കുമ്പോൾ baptize him with the water, ലോകത്തിന് വെളിപ്പെടും. he will reveal to the world. ലോകത്തിന് വെളിപ്പെടും. He will reveal to the world. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. രണ്ട്, Second,
സ്നാനം ഏൽക്കുമ്പോൾ when you get baptized, ദൈവാത്മാവിനാൽ നിറഞ്ഞവനെ കൊണ്ട് കൈവെപ്പിക്കാം. only those who are filled by the Holy Spirit can place their hands on him. ഹല്ലേലൂയ. Hallelujah. ദൈവാത്മാവിനെ ആത്മാവിനെയൊക്കെ എതിർത്ത് നടക്കുന്നവനെ കൊണ്ട് കൈവെപ്പിക്കരുത്. Those who are against the Holy Spirit cannot place their hands on him. പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാത്തവനെ കൊണ്ട് കൈവെപ്പിക്കരുത്. One who does not follow the Holy Spirit should not get baptized by them. തിരിഞ്ഞു പോകും. It will get turned around. അതുകൊണ്ട് യേശുവിനെ സ്നാനം ഏൽപ്പിക്കാനുള്ള യോഹന്നാനെ കുറിച്ച് തിരുവചനം എഴുതി വെച്ചിരിക്കുകയാണ്. That's why Jesus wrote about John who baptized Jesus. എന്തുവാ എഴുതി വെച്ചിരിക്കുന്നത്? What does it say? അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആത്മാവിനാൽ നിറഞ്ഞ. In the woman's mom's womb he was filled by the Holy Spirit. അവന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ He was risen up by the strength and the spirit of Elijah. ഹല്ലേലൂയ. ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ. He was led by the Holy Spirit. ഹല്ലേലൂയ. Hallelujah. ആരെ കൊണ്ടാ വെപ്പിച്ചെന്ന് അറിയുമോ? ആത്മപൂർണ്ണനായ ഒരുത്തനെ കൊണ്ടാ വെപ്പിച്ചത്. He was baptized by a man who was filled completely by the Holy Spirit. ഹല്ലേലൂയ. Hallelujah. യോഹന്നാന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതേ പറയാനുള്ളൂ. God has only one thing to say. ആത്മനിറവുള്ളവൻ. He is the one filled by the Holy Spirit. ആത്മാവിന്റെ ഏലിയാവിന്റെ ശക്തിയും ആത്മാവുള്ളവൻ. He is the one filled by the spirit of Elijah, filled by the Holy Spirit. ആത്മാവിനാൽ നിറയപ്പെട്ടവൻ. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ യോഹന്നാനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. John is the one filled by the Holy Spirit in the mother's womb itself. യോഹന്നാൻ 1 വായിച്ചു പോകുന്നില്ല. 1-ാം അധ്യായം വായിച്ചാൽ മതി. That's why the Lord witnesses about John the Baptist. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രത്യേകത പറയുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ. He has to be filled by the Holy Spirit. ആത്മശക്തി ഉള്ളവൻ. He has to be filled by the power of the Holy Spirit. ഉള്ളവരെ കൊണ്ട് സ്നാനം Only നടത്തിക്കാം. by them you have to get baptized. ഹല്ലേലൂയ. Hallelujah. അങ്ങനെയുള്ളവൻ കൈവെച്ച പരിശുദ്ധാത്മാവ് പ്രാപോലെ. Only when they baptize you will receive the Holy Spirit like a dove. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇല്ലാത്ത ഒരുപാട് പേര് പിന്തിരിഞ്ഞു പോകുന്നു. Or else you will get backslidden. You will be destroyed. ആമേൻ. ഹല്ലേലൂയ. Hallelujah. പക്ഷേ അല്ലാതൊന്നും സംഭവിച്ചാ Something else happens. എത്ര പിന്തിരിഞ്ഞു പോകാൻ നോക്കിയാലും കർത്താവ് പിടിക്കും. No matter how much backward you go, God will return you back. കർത്താവ് പിടിക്കും. He will return you back. Hallelujah. 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 ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന To introduce him to the world. ഞാൻ അവനെ ലോകത്തിന് വെളിപ്പെടുത്താൻ വന്നിരിക്കുന്നു. John says, I am here to reveal him to the world. വെളിപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. I am here to reveal him to വെള്ളത്തിൽ the സ്നാനം world. വെക്കുമ്പോൾ വെളിപ്പെടുത്താം. When he gets baptized, he will reveal who it is. വെളിപ്പെട്ടവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, upon whom he is revealed when the Holy Spirit comes. ആരെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കത്തേ ഉള്ളൂ. John will only reveal who it is. പക്ഷെ ആ വെളിപ്പെട്ടതിന്റെ അകത്ത് ചലിക്കണമെങ്കിൽ, but to move in who it is revealed as, അടുത്തൊരു സ്നാനം വേണം. next baptism is needed. പരിശുദ്ധാത്മാവിന്റെ the baptism of the Holy Spirit. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. വെള്ളത്താൽ സ്നാനം വെക്കുമ്പോൾ വെളിപ്പെടുത്തും ലോകത്തിന് ആരെന്ന്. when you are baptized by the water, you are revealed to the world. പക്ഷേ ആത്മാവിനാലുള്ള സ്നാനം വരുമ്പോൾ, when you are baptized by the Spirit, ഹല്ലേലൂയ, hallelujah, പ്രവർത്തികൾ വെളിപ്പെടാം. the works of the Lord അധികാരത്തിൽ കയറാം. you will enter the authority. അതുവരെ നിന്റെ അധികാരം എന്തെന്ന് പറയാം. until then what is your പക്ഷേ authority? ആത്മാവ് വരുമ്പോൾ ആ അധികാരം നിന്നിൽ ഓപ്പറേറ്റ് ആകാൻ തുടങ്ങും. when the Spirit comes, you will operate in that authority. ദൈവം വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും വെളിപ്പെടുത്തി തരും. He will reveal every blessing for you when you get baptized in the water. പരിശുദ്ധാത്മാവിന്റെ സ്നാനം വരുമ്പോൾ, when you are baptized by the Holy Spirit, വെളിപ്പെടുത്തുന്ന സകല അനുഗ്രഹത്തെ നിന്റെ കയ്യിലോട്ട് എടുത്തു തരും. you will receive the blessing. ഈ അനുഗ്രഹത്തിൽ നടക്കാൻ തുടങ്ങും. you will walk in the blessing. ഈ അധികാരത്തിൽ നടക്കാൻ you തുടങ്ങും. will walk in the authority. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഈ വെള്ളത്താലുള്ള സ്നാനം വെറും കഴുകൽ മാത്രമല്ല, so the baptism of water is not just to clean you, ഒരു വെളിപ്പെടുത്തൽ മാത്രമല്ല, it is not just a revealing, അടുത്തൊരു കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള, it is to make you enter into the next thing. അടുത്തൊരു കാര്യത്തിനുള്ള അപ്പീല, it is appeal for the next thing. ഒരു അപേക്ഷയാ. it's appeal for the next thing. അടുത്ത ആത്മാവിന്റെ സ്നാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയും കൂടിയാണ് it is appeal for the baptism of the Holy Spirit. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഇത് വായിച്ച 1 പത്രോസ് 1 Peter 3:20-21. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ച് 8 പേർ മതി. ഒരു മിനിറ്റ്, ഒന്ന് നിർത്തണേ. അപ്പൊ പിന്നെ ഹല്ലേലൂയ, 8 പേർ മഹാപ്രളയമുണ്ടായി. മഹാപ്രളയമുണ്ടായതിൽ
when the great 8 പേർ flood, മാത്രം only 8 were saved. വെള്ളത്തിലൂടെ രക്ഷ They പ്രാപിച്ചു. are saved through the water. ഹല്ലേലൂയ. Hallelujah. നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചു. Noah and his family were redeemed. അതിവിടെ പറയുന്ന സ്നാനത്തിന് മുൻകുറി എന്നാ പറയുന്നത്. This is a prelude to baptism. ചെങ്കടൽ കടന്ന മാത്രമല്ല, Not just going to ആദ്യത്തെ രക്ഷ ഉണ്ടായതും വെള്ളത്താലുള്ള സ്നാനത്തിൽ കൂടെയാണ്. അത് സ്നാനത്തിന് മുൻകുറി എന്ന് പത്രോസ് ലേഖനത്തിൽ വിളിച്ചു പറയുക. Even Noah being rescued from the flood is a prelude to baptism. ഹല്ലേലൂയ. Hallelujah. ഈ സ്നാനത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പിന്നെ പത്രോസ് വിളിച്ചു പറയുക. Peter is saying the importance of സഭയോട് baptism. പറയുക. He's saying this to the church. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരായ ഹല്ലേലൂയ എല്ലാവരും മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ ചെങ്കടലിലും മേഘത്തിലും സ്നാനമേറ്റു. അത് സ്നാനത്തിന് മുൻകുറി. Our fathers who went through the Red Sea and the cloud, it is a prelude to the baptism, for they went through baptism as well. പൗലോസ് അത് പറഞ്ഞെങ്കിൽ ഇവിടെ പത്രോസ് പറയുക. There Paul says, here Peter says that നമ്മുടെ ആദ്യ പിതാവും our forefathers, മക്കൾ 8 പേരും our 8 forefathers, ഹല്ലേലൂയ അവരും ഹല്ലേലൂയ വെള്ളത്തിൽ കൂടെ they also went through the water and were rescued. സ്നാനത്തിന് മുൻകുറി. It is a prelude to baptism. ഇനി അടുത്ത വാക്യം വായിച്ചേ. Let's read the next word. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ സ്നാനത്തിന്റെ പ്രത്യേകത, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുള്ള ഒരു അപേക്ഷയായിട്ട് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. Amen. For baptism, not the removal of the filth of the flesh, but the answer of a good conscience towards God. Through the resurrection of Jesus. Now he says about baptism. സ്നാനം ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ പാപങ്ങളെ കഴുകി കളയുന്ന മാത്രമല്ല, it is not just to remove the filth of our flesh, നല്ല മനസാക്ഷിയോടെ ദൈവത്തിന് മുമ്പിൽ ഒരു അപേക്ഷ കഴിക്കുകയാണ്. but to answer a good conscience ഒരു towards God. അപ്പീൽ വെക്കുകയാണ്. Put an appeal to God. ഹല്ലേലൂയ. ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. To submit an appeal to God. യേശുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മൾ രക്ഷിക്കുന്നു. That we are saved by his resurrection of Jesus. ഒന്നും കൂടെ പറഞ്ഞാൽ, again to say it in another way, പുനരുത്ഥാന ശക്തി നമ്മളിലേക്ക് വരണമെന്ന്. that the resurrection power come inside of us. പുനരുത്ഥാന ശക്തിയാൽ by the resurrection നാം power രക്ഷിക്കും, നാം രക്ഷ പ്രാപിക്കുമെന്ന്. that we be saved. ഹല്ലേലൂയ. Hallelujah. എന്ന് വെച്ചാൽ യേശുവിന്റെ പുനരുത്ഥാന ശക്തി കൊണ്ട് നമ്മെ രക്ഷിക്കുമെന്ന്. that by the power of resurrection we will be saved. ഒന്നും കൂടെ പറഞ്ഞാൽ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ മർത്യ ശരീരങ്ങളെ അവൻ വീണ്ടും ജീവിപ്പിക്കുമെന്ന്. to bring back to life our dead bodies through the resurrection power of Jesus Christ. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ്, the power of resurrection, the Holy Spirit, രക്ഷിക്കാൻ വരേണ്ടതിന്, to redeem us, ഒരു അപേക്ഷ കഴിക്കാൻ മനസാന്തരത്തോടെ, to submit an appeal, ഹല്ലേലൂയ, നല്ല മനസ്സോടെ with good conscience, ഒരു അപേക്ഷ വെക്കുകയാണ്. to submit an appeal, ഈ പുനരുത്ഥാന ശക്തിയാൽ ഒരു സ്നാനം that നടക്കണം. we be baptized by the power of resurrection of പുനരുത്ഥാന Jesus. ശക്തി നമ്മളെ രക്ഷിക്കണം. That this resurrection of Jesus Christ's power will make us. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ സ്നാനമേൽക്കുമ്പോൾ ഒരു കാര്യം കൂടെ നടക്കുകയാണ്. So when he get baptized, there's one more thing that happens. അടുത്ത പുനരുത്ഥാന ശക്തിയുടെ To get the power of resurrection, ദൈവാത്മാവിനാലുള്ള സ്നാനത്തിനുള്ള ഒരു അപ്പീലും we are putting കൂടിയാണ് submitting an appeal for to be baptized by the വെള്ളത്താലുള്ള Spirit. സ്നാനം. The baptism of water is to submit an appeal for the baptism of Spirit. അത് റോമർക്ക് എഴുതിയ ലേഖനം 8:9 വായിച്ചേ. Romans 8:9. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്ന് വെച്ചാൽ പുനരുത്ഥാനത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന
തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. Amen. ഹല്ലേലൂയ. അപ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തിയെക്കുറിച്ച് ഈ പറയുന്നത് മുഴുവൻ. He's speaking about the power of resurrection now. യേശുവിലെ പുനരുത്ഥാന ശക്തിയാണ് ഈ പരിശുദ്ധാത്മാവെന്ന്. It is the Holy Spirit who was the power of ഈ resurrection in Jesus. പുനരുത്ഥാന ശക്തിയാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതെന്ന്. It is this power of resurrection that raised ഈ Jesus from പുനരുത്ഥാന dead. ശക്തി ഹല്ലേലൂയ നമ്മളിൽ വന്നാൽ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ, When this Holy Spirit comes in us, യേശുവിനെ എങ്ങനെ ഉയർപ്പിച്ചോ how he raised Jesus from അതുപോലെ dead, നമ്മുടെ മർത്യ ശരീരങ്ങളെ likewise he will raise our അവന്റെ dead bodies. ആത്മാവിനാൽ ജീവിപ്പിക്കുമെന്ന്. He will bring it back to life. പത്രോസ് പറയുക, Peter says, ഹല്ലേലൂയ, യേശുവിന്റെ പുനരുത്ഥാന ശക്തി നമ്മളെ രക്ഷിക്കുന്നു. the power of resurrection will save us. അതിന് വേണ്ടിയിട്ടുള്ള For that, നല്ല മനസാക്ഷിയിലുള്ള good conscience, ഒരു അപേക്ഷയാണ് ഈ വെള്ളത്താലുള്ള baptism സ്നാനം. of water is appeal for the Spirit ഈ to be filled. വെള്ളത്താലുള്ള സ്നാനം, This baptism of water ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ നല്ല മനസാക്ഷിയോടെ with good conscience, ദൈവസന്നിധിയിൽ ഒന്ന് അപേക്ഷിക്കുക. you are appealing. യേശുവിന്റെ പുനരുത്ഥാന ശക്തി നമ്മളെ രക്ഷിക്കുന്നു And the എന്ന്. power of resurrection will save us. ഹല്ലേലൂയ. അപ്പൊ വെള്ളത്താലുള്ള സ്നാനം So the baptism of അടുത്ത water, ആത്മാവിന്റെ സ്നാനത്തിനുള്ള ഒരു അപ്പീലും കൂടെയാണ്. appeal to the baptism of Spirit, നമ്മുടെ പാപങ്ങൾ കഴുകിപ്പോക മാത്രമല്ല, not only for our filth to be washed away. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിനുള്ള ഒരു It അപ്പീൽ. is an appeal for this baptism of Spirit. ഹല്ലേലൂയ. Hallelujah. കാരണം വെള്ളത്താലുള്ള സ്നാനം, The baptism of water, നീ ആരെന്ന് ലോകത്തിന് വെളിപ്പെടുത്തോ. the heaven will reveal who you are. പക്ഷെ ആത്മാവിന്റെ സ്നാനം But the baptism of the Spirit, നിന്നെ ആ അധികാരത്തിലേക്ക് you will കയറ്റും. make you enter into that നീ authority. ആത്മാവിൽ ചലിക്കാൻ You will move തുടങ്ങും. in that authority. നീ ആരെന്ന് നേരത്തെ വെളിപ്പെടുത്തിയില്ലേ, Didn't he reveal who അത് you നിന്റെ are? സ്വഭാവത്തിൽ വരാൻ You will see തുടങ്ങും. that transformation in അത് you. നിന്റെ പ്രവൃത്തിയിൽ Will വെളിപ്പെടാൻ transform your തുടങ്ങും. actions. ഹല്ലേലൂയ. അത് നിന്റെ നടത്തയിൽ വെളിപ്പെടാൻ Will guide തുടങ്ങും. you. ഹല്ലേലൂയ. അത് നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടാൻ It will be തുടങ്ങും. revealed in your ministry. അത് വെളിപ്പെട്ടപ്പോ When it is revealed, കർത്താവായ യേശു വെള്ളത്താൽ സ്നാനമേറ്റ ഉടനെ Jesus, after he was baptized by അടുത്ത the water, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി. that Holy Spirit came down like a അടുത്തൊരു dove. ആത്മസ്നാനം നടന്നു. And there is the baptism of the Spirit. അത് കഴിഞ്ഞപ്പോ After that, ഹല്ലേലൂയ, എന്താണോ വെളിപ്പെടുത്തിയത് what was revealed, അത് മറ്റുള്ളവർ തിരിച്ചറിയാൻ തുടങ്ങി. people sought to see that. അവർ തിരിച്ചറിയാൻ തുടങ്ങി. And they sought to see it. ദൈവം വെളിപ്പെടുത്തുന്നത് തിരിച്ചറിയാൻ For people to see what he revealed, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്നാനം you വേണം. need a baptism of the Holy ഈ Spirit. സ്നാനം വന്നപ്പോ And this Holy Spirit baptism ഇതേ came. നസ്രയത്തുകാർ പറഞ്ഞു, The same people of Nazareth ഇവൻ said, തച്ചനല്ല, he's not a carpenter's ഇവൻ son. തച്ചന്റെ He's not മകനുമല്ല, the son of the carpenter. ഇവനിലെ അധികാരം In വേറെന്തോ that there is ആണ്. another authority. ഭൂതങ്ങൾ പറഞ്ഞു, The demons said, ഇവൻ തച്ചനല്ല, he's not a carpenter's ഇവൻ son. തച്ചന്റെ മകനുമല്ല, He's not the son of the ഇവൻ carpenter. അത്യുന്നതനായ He's the ദൈവത്തിന്റെ son of the പുത്രനാണ്. living God. ഇവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. He's the son of the living ഓ, God. ഇതാ വെളിപ്പെടുത്തിയത്, This is what revealed. ഇതാ വെളിപ്പെടുത്തിയത്. This is what revealed. ഇത് നീ പറയണ്ട, You not is revealed. നിന്നെ കാണുന്നവർ പറയോ. Those who look at you ഓ, revealed. നേരത്തെ നിന്നെ സാത്താന് സന്തതി എന്ന് You പറഞ്ഞു. said you are fruit of ഇനി vipers. നിന്നെ കാണുമ്പോ പറയോ, Now when they look at it, അത്യുന്നതനായ ദൈവത്തിന്റെ മക്കൾ the വരുന്നുണ്ട്. son of the living God. ഓ, ആത്മാവിന്റെ ശക്തിയോടെ ചിലർ വരുന്നുണ്ട്. The power of the Holy Spirit will come. ഭൂതങ്ങൾ The മുട്ടുമടക്കുന്നുണ്ട്. demons bow ഓ, before you. ഇതുവരെ നിന്നെ കീഴ്പ്പെടുത്തിയ പാമ്പ് വിളിച്ചു പറയോ, Every viper that has subdued you. എനിക്ക് യേശുവിനെ അറിയാം, നിന്നെ അറിയാം, I know ഞങ്ങൾക്ക് Jesus, I know പേടിയാ you. I don't know you. ഞങ്ങൾക്ക് പേടിയാ നിങ്ങളെ. We are scared of you. ഹല്ലേലൂയ. Hallelujah. ഈ ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് When you enter the Spirit of ഓ baptism, റബശാല ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോ after the end of fasting prayer, വെള്ളത്താൽ സ്നാനപ്പെട്ടവരാണെങ്കിൽ those who are baptized by the water, ആത്മാവിനാൽ ഒരു സ്നാനം വെളിപ്പെടും. they are revealing of the baptism of അതിൽ the നീ fire. ദൈവിക അധികാരത്തിൽ നിന്നെ That will ദൈവം take you introduce into the ചെയ്യും. authority of the Holy Spirit. ദൈവം നിന്നെ ഹല്ലേലൂയ വെളിപ്പെടുത്താൻ പോകുന്നു. God is going to reveal you. ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോകുന്നു. God is going to reveal you. ഹല്ലേലൂയ നിന്റെ പ്രവൃത്തിയിൽ അത് വെളിപ്പെടാൻ It പോകുന്നു. will be revealed in your actions. സംസാരത്തിൽ അധികാരം വെളിപ്പെടും. Revealed in through the പ്രവൃത്തിയിൽ talking. അധികാരം വെളിപ്പെടും. Revealed through your word. ഓ, നീ കൈവച്ചാൽ രോഗികൾ When you സൗഖ്യമാകും. place your hands, people will നീ be healed. കൽപ്പിച്ചാൽ ഭൂതങ്ങൾ പുറത്തു പോകും. Every demon will flee. ദോഷകരമായി യാതൊന്ന് ഭക്ഷിച്ചാൽ Everything came for destruction. യാതൊന്നും ഒരു ദോഷം Nothing വരുത്തത്തില്ല. will destroy you. ഓ, നീ അനുഗ്രഹം തന്നെ You പ്രാപിക്കും. will receive നീ blessing. അകത്ത് വരുമ്പോൾ When അനുഗ്രഹിക്കപ്പെടും. you come enter നീ into your പുറത്തു blessing. പോകുമ്പോൾ When you go outside, you will be blessed. നിന്റെ എണ്ണപത്രം അനുഗ്രഹിക്കപ്പെടും. Your oil will be നിന്റെ
blessed. മാവുകൾ അനുഗ്രഹിക്കപ്പെടും. Your food will be നിന്റെ blessed. സന്തതികൾ അനുഗ്രഹിക്കപ്പെടും. Your generation will be blessed. നിന്റെ മൃഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Your animals will be blessed. ഈ ദൈവാത്മാവ് ഒരുവരിൽ വന്ന This Holy Spirit enters you. ആത്മാവിന്റെ അഭിഷേകം വന്ന Holy Spirit സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹങ്ങളും every blessings of the heaven. സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹങ്ങളും Every blessings of the heaven. നിന്റെ മേൽ ദൈവം ഇടും. God will put it upon you. അനുഗ്രഹത്തിലാണ് നടക്കാൻ You പോകുന്നത്. will enter and walk in that blessing. ഈ അനുഗ്രഹത്തിലാണ് You നടക്കാൻ will പോകുന്നത്. walk in that blessing. ഓ റബ ശല ഖബ റബ ശി റികാല ബ ശിയ റബ ഖബ റബ ശബ ഓ വെള്ളത്താലുള്ള സ്നാനത്തിന് ശേഷം ഒരാത്മാവിനാലുള്ള സ്നാനം ഇത് സ്വർഗത്തെ കാണിക്കുകയല്ല. It is not to show the നിന്നെ heaven. എൻട്രി ചെയ്യിപ്പിക്കാം. It's for you to enter into that. കർത്താവായ യേശു പറഞ്ഞു, Lord Jesus said, വെള്ളത്താൽ സ്നാനമേക്കാതെ without entering into baptism of വെള്ളത്താൽ water, രണ്ടാമത് ജയിക്കാതെ without entering baptism of water, സ്വർഗരാജ്യം കാണത്തില്ല. you will not see the kingdom of God. വെള്ളത്താൽ സ്നാനമേക്കുമ്പോൾ When you get baptized by the water, വെളിപ്പെടുത്തി തരും. He will reveal you. ഇതാണ് നിന്റെ സ്വർഗത്തിലെ പദ്ധതി. That is your plan ഇതാണ് about you. നിന്റെ സ്വർഗത്തിലെ പേര്. That is your name. ഇതാണ് സ്വർഗത്തിൽ നിന്റെ തരുന്ന മാന്യത. That is the honor that He gives you. ഇങ്ങനെയാണ് ദൈവം നിന്നെ പ്രവർത്തിക്കാൻ This പോകുന്നത് is how God's going to work through you. എന്ന് കാണിച്ചു തരും. He will reveal it. പക്ഷെ ആത്മാവിനാലുള്ള സ്നാനം വരുമ്പോൾ Only when the baptism of the Holy Spirit comes. വെള്ളത്താലും ആത്മാവിനാലും കൂടെ ആകുമ്പോൾ Only when we are ഈ baptized by ദൈവ water and Spirit, രാജ്യത്തിനകത്ത് you പ്രവേശിക്കും. will enter inside the kingdom ഓ of എന്നിട്ട് ആ God. വെച്ചിരിക്കുന്ന ദൈവിക അനുഗ്രഹത്തിന്റെ അകത്തേക്ക് You will enter into the blessings kept for you. സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹത്താലും നമ്മളെ He അനുഗ്രഹിക്കുമെന്ന് shall പറഞ്ഞു. bless you with every heavenly blessing. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അകത്തേക്ക് To enter into the ഒരു house വ്യക്തി blessing. പ്രവേശിക്കണമെങ്കിൽ For a person to enter, വെള്ളത്താലും ആത്മാവിനാലും ഒരു സ്നാനം be baptized by വെളിപ്പെടണം. the water and the Holy ഓ Spirit. ഈ ദിവസങ്ങളിൽ ആത്മാവിനാലുള്ള സ്നാനം കൊതിക്കുന്നവർ If you desire for the baptism of the Holy Spirit, വെള്ളം കൊണ്ടുവന്ന് തളിക്കാനല്ലത്, വെള്ളത്തിൽ മുങ്ങിപ്പോകി it is to be baptized inside the മുഴുവൻ water. ആത്മാവിൽ മുങ്ങിപ്പോകുന്ന Be completely drowned in the Spirit. ആത്മാവിനാലുള്ള സ്നാനം, The baptism of the Holy ഓ Spirit. വെള്ളത്താലുള്ള സ്നാനം The baptism of the water ഇത് സ്വർഗത്തിന്റെ അകത്ത് എൻട്രി വരുത്താം. is to make you enter into the kingdom. ഓ ദൈവിക അധികാരങ്ങളെ To വെളിപ്പെടുത്താം. reveal the authority over ഓ you. പിന്നെ സർപ്പങ്ങൾ ഭയക്കാം. The serpents will be scared. നേരത്തെ നിന്നെ സർപ്പസന്തതി എന്നായിരിക്കും വിളിച്ചത്. Earlier they called you brood of vipers. വെള്ളത്താലോ By water, ആത്മാവിനാലുള്ള സ്നാനം വെളിപ്പെട്ട when that spirit baptism is revealed, നീ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. you will capture നീ serpents. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. You will take hold of serpents. ഇതൊരു സർപ്പങ്ങളെ പേടിച്ചായിരിക്കും. Today you might have been scared of serpents. ഇതുവരെ നീ ഡീമോണിക് ശക്തികളെ പേടിച്ച You might വ്യക്തിയായിരിക്കും. be scared of demonic realms. ഹല്ലേലൂയ. ഡീമോണിക് റെലംസിനെ പൈശാചിക മേഖലകളെ പേടിച്ച You might have been വ്യക്തിയായിരിക്കും. scared of darkness and demonic പക്ഷേ realms. ആത്മാവിനുള്ള സ്നാനം വന്നോണ്ടല്ലോ, The baptism of the Holy Spirit is ഓ revealed. നീ പൈശാചിക കോട്ടകളെ പിടിച്ചെടുക്കാം. You will conquer the fortress of the demons. പിശാചിന്റെ ബലത്തെ നീ You will തകർക്കാം. destroy the power of darkness. പാമ്പിനെയും തേളിനെയും The serpents and scorpions. ശത്രുവിന്റെ സകല ബലത്തെ നീ Every power of ചവിട്ടിയടിക്കാം. darkness you will trample ഓ over. നീ പാമ്പുകളെ പിടിച്ചെടുക്കാം. You will capture the serpents. ഓ റബശല ഖബ റബശിയ ഖബല ബബ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് If you ആരാധിച്ച് desire for it to rise up, let's worship. Oh, Rabba Shikeleri Katela Barika Roba. Oh, Rabba Shikeria. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ Why don't as you pray? ഹല്ലേലൂയ. Hallelujah. വെള്ളത്താൽ സ്നാനമേറ്റിട്ട After receiving baptism of water, ആത്മാവിനാൽ ഒരു അഭിഷേകം നടന്നില്ല, അന്യഭാഷ അടയാളത്തോടെ if you haven't received the anointing, പരിശുദ്ധാത്മ അഭിഷേകം എനിക്ക് നടന്നിട്ടില്ല എന്നുള്ളവർ മുമ്പോട്ട് if you വരണം. feel that you haven't received the baptism of the Holy Spirit, come forward. വെള്ളത്താൽ സ്നാനമേക്കാൻ തീരുമാനം എടുത്തവരും വരണം. Even those who have taken a decision to be baptized by water. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. വെള്ളത്താൽ സ്നാനമേറ്റിട്ട് ആത്മാവിനാലുള്ള സ്നാനം വന്നില്ലെങ്കിൽ After taking of baptism of water and you haven't അത് received the baptism of the Holy ആഗ്രഹിക്കുന്നവരും Spirit, മുമ്പോട്ട് if you വരണം. desire that, come forward. ഹല്ലേലൂയ. ഇന്ന് നീ വിശ്വസിക്കണം. Today, as you believe it, നീ വിശ്വസിക്കണം. ഇന്ന് നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുക if you believe God is going to introduce you, ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോകുക. God is going to reveal you, ദൈവം റിവീൽ ചെയ്യാൻ God is going to പോകുക. reveal you. വെള്ളത്താൽ സ്നാനമേക്കാനുള്ള ആ വ്യക്തി Those who are ready to get baptized by water, ഹല്ലേലൂയ. hallelujah, ഹല്ലേലൂയ. hallelujah. ഓ ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കാത്തവര്, Those who haven't received the baptism of the Holy അന്യഭാഷ Spirit, ലഭിക്കാത്തവര്, those who haven't received the gift of tongues, ഹല്ലേലൂയ. hallelujah, ഹല്ലേലൂയ. hallelujah.
ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. Let everyone be in a time of prayer. ഒരു പ്രത്യേകതയും കൂടെ പറയാം. ഒരു പ്രത്യേകതയും കൂടെ tell you one more thing. ഒരു പ്രത്യേകത, peculiar thing. ഒരു ഈ സ്നാനത്തിന്റെ ഒരു സ്പെസിഫിക് തിങ് പറയാം. I want to tell you a specific thing about baptism. വെള്ളത്താൽ സ്നാനം ഒരിക്കല. Baptism of water is once. വെള്ളത്താൽ സ്നാനം ആത്മീയ അഭിഷേകം നിറഞ്ഞ വ്യക്തിയാൽ തന്നെ വേണം നടക്കുക. For water baptism, it has to be through a person who is filled by the Holy Spirit. അതിനെ സ്നാനമായി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. Only that will be accepted as a baptism. അതുകൊണ്ടാണ് പിന്നെ എഫെസോസിൽ പൗലോസ് എന്നിട്ട് 12 പേരെ കണ്ടു, അവർ യോഹന്നാനാലുള്ള സ്നാനമേറ്റു. That's why Paul, when he went to Ephesus, he saw people who were baptized by the baptism of John. പക്ഷേ ആത്മാവിനാലുള്ള സ്നാനം ലഭിച്ചില്ല. But never received the baptism of the Holy Spirit. യോഹന്നാൻ അവരെ ഒന്നും കൂടെ സ്നാനപ്പെടുത്തി. And Paul baptized him again. അല്ല, പൗലോസ് അവരെ ഒന്നും കൂടെ സ്നാനപ്പെടുത്തി. Paul baptized them again. അവരുടെ തലയിൽ കൈവച്ചു. And kept their hands on them. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. And they received the Holy Spirit. അവർ പ്രവചിച്ചു. And they prophesied. വെള്ളത്താലുള്ള സ്നാനം, the baptism of water, തിരുവചനം പറഞ്ഞു ഈ രീതിയിൽ ഒരിക്കലായി നടക്കുന്നു. it only happens once in a lifetime. പക്ഷേ ആത്മാവിനാലുള്ള സ്നാനം, the baptism of the Holy Spirit, അത് റിപ്പീറ്റഡ് ആയി നടക്കും. it has to happen അത് repetitively. റിപ്പീറ്റഡ് ആയി നടക്കും. It has to happen repetitively. അത് റിപ്പീറ്റഡ് ആയി It has to നടക്കും. happen repetitively. ഹല്ലേലൂയ. Hallelujah. അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, The book of Apostles 120 പേർ കൂടിയിരുന്നു, when 120 gathered, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. and they were praying. 120 പേരുടെ മേലും പരിശുദ്ധാത്മാവ്. Upon 120 the Holy Spirit came upon them. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പറയുന്നു, in Apostle Acts അവർ 4 പിന്നെയും കൂടിയിരുന്നു when പ്രാർത്ഥിച്ചു. they gathered and prayed, പിന്നെയും അവർ ഇരുന്നടങ്ങുകയും again the place they were shook. പിന്നെയും അവരെല്ലാവരും They ആത്മാവിനാൽ were all filled by the Holy Spirit. ഹല്ലേലൂയ. ഈ കൂട്ടത്തിൽപ്പെട്ട സ്തെഫാനോസിനെ കുറിച്ച് പറയുന്നു, Stephen who was in this mess, എല്ലാവരും കല്ലെറിഞ്ഞു, everyone threw stone at him. പിന്നെ ആത്മാവിനാൽ നിറഞ്ഞു. He was filled by the Holy അപ്പോൾ Spirit. സ്വർഗ്ഗം തുറന്നു. And heaven opened. ഈ ആത്മാവിന്റെ അഭിഷേകം, Let the honor ഈ of the Holy ആത്മാവിന്റെ Spirit, സ്നാനം എന്ന് the baptism of the Holy Spirit. ഇത് ഇടയ്ക്കിടയ്ക്ക് നീ ശക്തി പ്രാപിക്കുവോളോ, until you receive the strength, ഹല്ലേലൂയ, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. it will keep happening again and താഴ്ന്നു again. പോകുമ്പോഴൊക്കെ Whenever you do not get it, അതുകൊണ്ട് കർത്താവ് എന്റെ ശക്തി നിന്റെ മേൽ തികഞ്ഞു വരും. let my ഇത് strength പൊങ്ങി be പൊങ്ങി perfect. പൊങ്ങി വരും. His strength will increase. ആത്മനദിയായി ഒഴുകുക. It will flow like a river. വെള്ളത്താലുള്ള സ്നാനം ഒരിക്കലാ, Water baptism is പക്ഷേ once. ആത്മാവിനാലുള്ള സ്നാനം And the baptism of the Holy ലൈഫ് Spirit, ലോങ് it has to സംഭവിച്ചുകൊണ്ടിരിക്കും. happen every day, life കാരണം long. ആത്മാവ് എപ്പോഴും ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ട്. The last Spirit is always with the person. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഇങ്ങനെ ആത്മാവിന്റെ സ്നാനത്തെ കൊതിക്കുന്ന That's why you അഭിഷേകത്തെ have to desire the anointing of the Holy Spirit. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് Everyone be in prayer. പ്രാർത്ഥിച്ച് Hallelujah. Kibarakela sorama tilaraba. Oria shakala miya koroma shila. Ori bashkele ya koroba shkala ba. Ora bashkela bariyan turoma shkiri kete. La barika teri antara bashi. Ori shkela bara 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 shkela. Ori bashkeri. അഭിഷേകം ദാനമാണേ, നിലനിർത്തിടും തേജസ്സാലേ. ആത്മീയാഭിഷേകം ദാനമാണേ, നിലനിർത്തിടും തേജസ്സാലേ. പ്രശംസിക്കുവാൻ ഒന്നുമില്ലേ, കൃപയാലുള്ള ദാനമാണേ. പ്രശംസിക്കുവാൻ ഒന്നുമില്ലേ, കൃപയാലുള്ള ദാനമാണേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ
വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ പ്രാണന്റെ പ്രാണനാണേ, പ്രാണന്റെ പ്രാണനാണേ. ജീവന്റെ ജീവന്റെ ജീവനാണേ, ജീവന്റെ ജീവനാണേ. ജീവന്റെ ജീവനാണേ, പ്രാണന്റെ പ്രാണനാണേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. 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 ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ.
ജീവന്റെ ജീവനാണേ, പ്രാണന്റെ പ്രാണനാണേ, ജീവന്റെ ജീവനാണേ, പ്രാണന്റെ പ്രാണനാണേ, ജീവന്റെ ജീവനാണേ, പ്രാണന്റെ പ്രാണനാണേ, മാറ്റം വാരില്ല വാഗ്ദത്തമേ, അവകാശമാം നിത്യതയേ, മാറ്റം വാരില്ല വാഗ്ദത്തമേ, അവകാശമാം നിത്യതയേ, യേശുവേ ആരാധനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ, 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 അഗ്നിയാഭിഷേകം ദാനമാണേ, നിലനിർത്തിയിടും തേജസ്സാലേ, അഗ്നിയാഭിഷേകം ദാനമാണേ, നിലനിർത്തിയിടും തേജസ്സാലേ, അഗ്നിയാഭിഷേകം ദാനമാണേ, നിലനിർത്തിയിടും തേജസ്സാലേ, അഗ്നിയാഭിഷേകം ദാനമാണേ, നിലനിർത്തിയിടും തേജസ്സാലേ, യേശുവേ ആരാധനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ, യേശുവേ ആരാധനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ, യേശുവേ
Judalava Shandalava, Judalava Shandalava, Umbalava Shandalava, Judalava Shandalava, Judalava Shandalava, Judalava Shandalava, Judalava Shandala, Judalava Shandala, Judalava Shandala, Judalava Hirava, Astalava Rivala, Judalava Shandalava, Judalava Shandalava, Astalava Judala, Shambalava Hialava, Judalava Marandalava, Shambalava Hudalava, Shambalava Hudalava, Judalika Sambaladi, Askulabodiga Chava, Simbalkari Ambara, Sulangari Asala, Asalava Rubala, Judalava Shambalava, Aseriva Sumbalava, Judalava Hirava, Juba Baba Baba Baba, Hira Mama, Hira Mama, Luma Mama, Dele Dele. Shudalava Baba, Shivalava Shandala, Judalava Shandalava, Astalava Shandalava, Jiralava Shandalava, Astala Jurikala, Shiparava, Ribalava, Tula Vale, Shudalava, Shambalava, Judalava, Shambalava, Judalade, Shandalade, Judalade, Rambalade, Shandalagate, Judalade, Alvarado, Rivatala, Shambalade, Rivatala, Shudalade, Rivatala, Shalalado, Shandalagate, Rivatale, Shalalado, Rigatere, Rivandale, Shambalade, Regalavida, Shambalabaude, Shandalagate, Shiralabaude, Rivatala, Shambalabaude, Rigatere, Shalarado, Regalavida, Shandalagate, Regalavida, Rigatera, Shambalade, Shandalagate, Regalavide, Rivatala, Rivatale, Shandalagate, Rivatere, Ruvatala, Rigatere, Shandalagate, Regalavide, Rivatala, Rivandere, Rigatala, Rivatala, Shandalagate, Ruvavava, Ruvavana, Rivatala, Rivare, Shandalagate, Valavalava, Rivandala, Valavaidalava, Shandalagate, Valavalava, Srigapala, Vaidalava, Shandalagate, Valavalava, Rivatala, Valavaidalava, Shandalagate, Valavalava, Ragadala, Vaidala, Valavalava, Valavalava, Rivatala, Rivare, Ora, Rava, Reva, 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 Ora, Rava, 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 Riva, Rava, Rava, Shuddha, Rava, Reva, Ora, Rava, Reva, Shandalagate, Valavalava, Ruvatala, Vaidalava, Ori, Vandala, Valavalava, Rivandala, Valavaidalava, Shandalagate, Valavalava, Ori, Vandala, Valavalava, Ora, Vatala, Vaidalava, Ori, Vandala, Valavalava, Shandalagate, Valavalava, Ora, Vatala, Vaidalava, Ora, Vandala, Vare, Shandala, Varavare, Shuddha, Vaidalava, Shandalagate, Ori, Vandala, Valavalava, Shandala, Valavalava, Ruva, Riva, Riva, Shandala, Vaidalava, Three, Ruva, Shandala, Valavalava, Ora, Vishike, Rivatale, Regalavide, Rivatale, Rivatala, Shandalagate, Ruvatala, Rivatere, Rivatala, Rivarava, Reva, Rivatele, Regalavide, Rivandana, Rivatere, Rivatala, Shandalagate, Rivandere, Regalavida, Shandalagate, Ova Baba, Ova Mande, Shandalagate, Rivatala, 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 Rivare, Rivatala, Rivatala, Rivarava, Shuddha Rava, Rivateria, Rivatala, 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 Ori Vandala, Valavalava, Shandalagate, Valavalava, Ori Vandala, Rava Shakala Variante. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല കർത്താവ്
കർത്താവേ, ഹല്ലേലൂയ. our dear loving God, മഹത്വത്തിന്റെ രാജാവായ അങ്ങ് ഞങ്ങളുടെ മധ്യ വന്നതിനായി അങ്ങേ King of സ്തുതിക്കുന്നു. glory, thank you Lord for coming in your ദൈവ midst. സാന്നിധ്യത്താൽ ഈ ആലയത്തെ അവിടെ നിന്നും നിറച്ചതിനായി അങ്ങേ Thank you Lord for filling സ്തുതിക്കുന്നു. with thy presence in this ഹല്ലേലൂയ. place. ആത്മതലത്തിൽ ചിലരെ അവിടെ നിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തതിനായി Thank you സ്തോത്രം for കർത്താവേ. introducing some in the spiritual realm. ജലത്താലും ആത്മാവിനാലുമുള്ള സ്നാനത്തെ അവിടെ നിന്നും പകരുന്നതിനായി Thank you for imparting the baptism of water and fire. അളവ് കൂടാതെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി അങ്ങേ Thank you Lord for filling us with the unmeasurable power of the Holy Spirit. കർത്താവേ, അങ്ങ് മുൻകൊണ്ട് സകലരെയും അവിടെ നിന്നും രക്ഷിക്കുന്നതിനായി Thank you Lord for saving everyone you have predestined and called. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചതായ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ഈ മർത്യ ശരീരങ്ങളെ അവിടെ നിന്നും ഉയർപ്പിക്കുന്നതിനായി സ്തോത്രം. Thank you Lord for resurrecting our mortal bodies by the power of resurrection of Jesus Christ. മരണഭാഷങ്ങളെ അഴിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത കർത്താവേ, അവിടെ നിന്നും ബന്ധനങ്ങളെ അഴിച്ച് ജയത്തോട് നിർത്തുന്നതിനായി You സ്തോത്രം. have broken the seal of death and went to Hades and rescued, and you are breaking the bondage and yokes tonight. രാജാവ് വന്ന സ്ഥലത്ത് അവിടെ നിന്നും രാജകോലാഹലത്തെ നൽകുന്നതിനായി Where the king is, there is a victory resounding in that place. അവിടെ നിന്നും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച സകലരെയും ജയത്തോട് നിർത്തുന്നതിനായി Thank you Lord for lifting everyone with victory banner as they are here in this place. തുടർന്നുള്ള ഉപവാസ ദിവസത്തെയും അവിടെ നിന്നും ധാരാളമായി You അനുഗ്രഹിക്കുന്നതിനായി bless the rest of the days with thy mighty blessing. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. Thank you Lord for hearing our prayers. In Jesus' name we pray. എല്ലാവരും കരങ്ങളെ ഉയർത്തി. Everyone raise up your hands. പ്രത്യേകിച്ചും ഡയാനയും ജുവാനും സ്നാനപ്പെടുവാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയും, Especially if Sister Diana and Joanne is going to take baptism. ബേബി ഡെഡിക്കേഷൻ നടക്കാൻ പോകുന്ന ജോഷബത്തിന് വേണ്ടിയിട്ട്, Also for Joshabbat who will be dedicated next Sunday. ഈ 3 പേർക്കും വേണ്ടിയിട്ട് For all these 3 people. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. Let everyone raise their hands and കരങ്ങളെ pray. ഉയർത്തി അവരെടുത്ത ഡിസിഷനിൽ ഉറച്ചു നിൽക്കാൻ, Let they stand firm in their ഈ decision സ്നാനം കഴിയുന്നത് വരെ, until they are baptized. സ്നാനത്തിൽ In this baptism, ദൈവിക അഭിഷേകത്താൽ അവർ നിറയാണ്. let them be filled by the anointing of the Holy Spirit. വെള്ളത്തിൽ വെച്ച് തന്നെ അഭിഷേകം പ്രാപിച്ച് Let them receive the Holy Spirit anointing in the water. പ്രവചിക്കുന്നവരായി തീരാൻ, Let them be people who prophesy. അവരെ ഹെവൻലി റലത്തിൽ ദൈവം റിവീൽ ചെയ്യുന്ന സമയമായി It is തീരാൻ time that they be revealed in the heavenly realm. എല്ലാവരും ഡയാനയ്ക്കും ജുവാനും ജോഷബത്തിനുമായി പ്രാർത്ഥിച്ചു. Everyone pray for Diana, Joanne and Joshabbat. കർത്താവേ, പരിശുദ്ധനായ Our ദൈവമേ, heavenly Father, ഞങ്ങൾ സഭയായി as a church, ഈ 3 പേരെ അനുഗ്രഹിച്ചു bless പ്രാർത്ഥിക്കുന്നു. all 3 of them. യെസ്, അവർ ഡിസിഷനുകളിൽ സ്ട്രോങ് ആയി നിൽക്കട്ടെ. Let them stand strong in their ഈ decision. പ്രായത്തിൽ അവർ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, For them to stand for God in this young age. സ്വർഗീയമായി അവരെ റിവീൽ ചെയ്യാൻ വേണ്ടി അവർ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നത്. They were surrendered themselves to be revealed by the heaven. എല്ലാ ഹല്ലേലൂയ പൈശാചിക മേഖലകളിൽ നിന്ന്, From every demonic realm. അവരുടെ മേൽ വലിയ അധികാരങ്ങൾ, ദൈവിക അധികാരങ്ങൾ വെളിപ്പെടാൻ പോകുന്നതിനാൽ, Like you for revealing authority over them, over the demonic ദൈവിക realms. പദ്ധതി അവരുടെ മേൽ ഏൽപ്പിക്കാൻ Thank you for പോകുന്നതിനാൽ, entrusting them with God's plan. ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ചു We together we പ്രാർത്ഥിക്കുന്നു. bless them. ജോഷബത്തിനായി ഞങ്ങൾ We പ്രാർത്ഥിക്കുന്നു. pray for Joshabbat. ഞങ്ങളുടെ ചർച്ചിൽ ആദ്യത്തെ ചൈൽഡ് ഡെഡിക്കേഷൻ It ആണല്ലോ. will be the first child dedication of കർത്താവേ, ആ church. കുഞ്ഞും പ്രവചിക്കട്ടെ. Let the കർത്താവേ, child prophesy. നാളുകളിൽ സകല ജഡത്തിന്മേൽ ഞാൻ God, you said you will pour out a spirit on every child and നാളുകളിൽ soul. മുലകുടിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ Even infants will prophesy. എന്ന ദൈവിക വാഗ്ദത്തം That promise of ഞങ്ങളുടെ God, സഭയിൽ നിറവേറട്ടെ. let കർത്താവേ, it fulfilled in our church. ഇതിനെ നെൽസെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. We pray for Nitin and കൊച്ചിനെ Nelson. സമർപ്പിക്കാനുള്ള ഹൃദയത്തെ ഓർത്തും Thank you Lord for the heart they are submitting for അവരെ God. അനുഗ്രഹിച്ചു We പ്രാർത്ഥിക്കുന്നു. bless them and pray. കർത്താവ്, ഇന്ന് ആത്മീയ അഭിഷേകത്തെ, ആ സ്നാനത്തെ കുറിച്ച് ഹല്ലേലൂയ ബ്ലസ്സിനെ അനുഗ്രഹിച്ചു We പ്രാർത്ഥിക്കുന്നു. pray for blessing who submit for the baptism of the Holy Spirit. അവിടങ്ങളിൽ നിന്ന് ആ ആത്മാവിന്റെ ഇനിയും കൂടുതൽ നിറവ് ആഗ്രഹിച്ച എല്ലാവരെയും അനുഗ്രഹിച്ച് അനോയിന്റ് ചെയ്ത് We പ്രാർത്ഥിക്കുന്നു. pray upon those who desire for more of thy anointing. We bless them and anoint them. അസാധാരണമായ ദൈവശക്തി വെളിപ്പെടട്ടെ. Let the mighty power of God be ദൈവിക revealed. അധികാരങ്ങൾ വെളിപ്പെടട്ടെ. Mighty authority be revealed. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. ആമേൻ. Amen. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും May the love of the Father പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും and the grace of Jesus നമ്മളെ ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന and our comforter, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംസർഗവും സഹവാസവും Holy കൂട്ടായ്മയും Spirit's fellowship നമ്മോടുകൂടെയും be with us. നാം പ്രാപിച്ച ദൈവിക അഭിഷേകം Every blessings and കേട്ട ദൈവിക anointings ദൂതുകളുടെ മേൽ on the revelations that we ഇന്ന് heard മുതൽ എന്നേക്കും now and forever യേശു ക്രിസ്തുവിന്റെ വരവോളം എന്നേക്കും ഇരിക്കുമാറാകട്ടെ. until the soon coming of Jesus Christ. ആമേൻ. Amen. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. Slain Lamb of God, we give you glory. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. Again soon. God bless you all.